അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ദിവ്യ അനിൽ തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതാനുഭവം അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അത് ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. എന്നാൽ അതിനുശേഷം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അത്ഭുതകരമായ വിടുതലിനെ കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം വീണ്ടും പങ്കുവയ്ക്കണമെന്നുള്ളതായ തന്റെ ആഗ്രഹപ്രകാരം വീണ്ടും ഒരവസരം അരോമ ടി വിയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ആകയാൽ കർത്തദാസി ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതുപോലെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാം. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ സിസ്റ്റർ ദിവ്യ അനിലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ അരോമ ടി വിയിൽ സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വന്ന് ഈ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. അതിലുപരി പ്രിയ പാസ്റ്ററേയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അരോമ ടി വി ആമേൻ ഒത്തിരി പേർക്ക് അനുഗ്രഹവും വിടുതലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകരുടെ സാക്ഷ്യം ആമേൻ ലോകമെമ്പാടും ഈ ടി വിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് അനേകർക്കും വിടുതലാകുന്നുണ്ട്. ആമേൻ ഒത്തിരി പേർക്ക് അത് സന്തോഷവും, ഒത്തിരി പേർക്ക് അത് ധൈര്യവും, ആമേൻ മരണത്തിലൂടെ പോകുന്നവർക്ക് ആമേൻ ഭയത്തിൽ നിന്നൊക്കെ അവർ വിടുവിച്ച് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒത്തിരി പേർ ജീവിതത്തിൽ തിരികെ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ അരോമ ടി വിയെ ദൈവം ഒത്തിരി ധാരാളമായിട്ട് ഈ വർഷം കർത്താവ് അടുത്തൊരു നിലവാരത്തിൽ കയറ്റട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ദിവ്യ അനിൽ എന്നാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം എന്ന് പറയുന്ന പട്ടണത്തിൽ ഊരിട്ടമ്പലം എന്ന ദേശത്താണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. ആമേൻ. എൻ്റെ സ്ഥലം, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിൽ ബാലരാമപുരത്തിനടുത്ത് എരുത്താവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാവിൻ്റെ പേര് അമ്പിളി, എൻ്റെ പിതാവിൻ്റെ പേര് മനോഹരൻ. എനിക്കൊരു അനിയനുണ്ട്, ബിജീഷ് എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ ഒരുമിച്ച് കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് എരുത്താവൂരാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം ഒരു ദാരിദ്ര്യപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പിതാവ് 1.5 വയസ്സായപ്പോൾ ഉപേക്ഷിച്ചു പോയി. പിന്നത്തേതിൽ എന്നെ വളർത്തിയത് എൻ്റെ അമ്മയും അമ്മുമ്മയൊക്കെയാണ്. എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. 18 വയസ്സ് വരെ എൻ്റെ മാതാവിൻ്റെ കൂടെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ 18 വയസ്സ് കഴിഞ്ഞ ആ ടൈമിൽ തന്നെ വിവാഹാലോചനകളൊക്കെ കടന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ചിന്തിച്ചു, കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ എങ്ങനെ വിവാഹം നടക്കും എന്നൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടിരുന്നു. കാരണം ദാരിദ്ര്യ കുടുംബമാണ്, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഞാൻ മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ അരോമ ടി വിയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചുരുക്കി പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി കർത്താവിനെ അറിഞ്ഞ സാഹചര്യമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ദൈവത്തെ എനിക്കറിയാം, ഈ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഈ ലോകത്ത് നിന്ന് തന്നെ മൺമറഞ്ഞു പോയേനെ. പല പ്രാവശ്യവും എൻ്റെ ലൈഫിനകത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി ചേഞ്ച് ഉണ്ടായത്. സ്തോത്രം. എൻ്റെ മാതാവിലൂടെയാണ് ഞാൻ ഈ കർത്താവിനെ അറിയുന്നത്. പക്ഷേ ഈ കർത്താവിനെ വിട്ട് പിരിഞ്ഞു പോകാത്ത ഒരു അമേദ്യമായ ബന്ധത്തിലേക്ക് ദൈവം എന്നെ വീണ്ടും കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു.
കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട് ഊരിട്ടമ്പലമാണ്. ഭർത്താവിന്റെ പേര് അനിൽകുമാർ എന്നാണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. മൂത്ത മോന്റെ പേര് അവിനാശ് എന്നും ഇളയ കുഞ്ഞിന്റെ പേര് ആദർശ് എന്നുമാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഊരിട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ച് പ്രവർത്തിക്കുന്നത്. കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ആയിരിക്കുന്നത്. 2008 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഭവനത്തിൽ വന്നു. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് പോലെ ഒരു സന്തോഷപരമായ നല്ലൊരു ജീവിതം ഞാനും സ്വപ്നം കണ്ടാണ് വന്നത്. പക്ഷെ എൻ്റെ ഭർത്താവ് ഒത്തിരി മദ്യപിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ആ ടൈമുകളിൽ. പക്ഷെ എൻ്റെ ഉള്ളില് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഏത് മദ്യപാനിയെയും ദൈവം തൊടും എന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും എൻ്റെ ഉള്ളിലുണ്ടായത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന്റെ ദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയ മകൻ ജോലിക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പൊ ഞാൻ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട, മദ്യപിച്ചും ആ നിലവാരത്തിലുള്ള ജീവിതം എനിക്ക് മതിയായി. കാരണം എൻ്റെ മാതാവിന്റെ കുടുംബ ജീവിതം ഞാൻ കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ എനിക്ക് ജീവിതം തരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നീ എനിക്ക് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നീ എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് പലതവണ ഞാൻ ദൈവത്തോട് മുട്ടുപ്പായി പ്രാർത്ഥിച്ച അനുഭവങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയുടെ ഫലമായി 2013 എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു ആക്സിഡന്റ് പറ്റി. ഈ ആക്സിഡന്റ് ആണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ഒരു വഴിത്തിരിവിലേക്ക് കടന്നു വന്നത്. കാരണം ഈ 2013 അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റാതിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ കർത്താവിനെ ആഴമായി രുചിച്ചറിയില്ലായിരുന്നു. ആ 2013 നടക്കുന്ന ഈ ആക്സിഡന്റ് ഞങ്ങളുടെ ജീവിതത്തെ വലുതായിട്ട് മാറ്റിമറിച്ചു. കാരണം ആ ടൈമിലാണ് പിന്നെ നല്ല രീതിയിലുള്ളൊരു മാനസാന്തരം ഞങ്ങളുടെ ലൈഫിനകത്ത് കടന്നു വന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനകത്ത് 9 ദിവസം എൻ്റെ ഭർത്താവ് ICUവിലായിരുന്നു. വലത് കാല് ഫുള്ള് ഒടിഞ്ഞു പോകാനായിട്ട് ഇടയായി തീർന്നു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു 9 ദിവസം ICUവിൽ ബോധമില്ലാതെ ആയിരുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഒരു 2 ദിവസം വാർഡിലേക്ക് കൊണ്ടുവന്നു. 2 ദിവസം വാർഡിൽ കിടത്തി. അതിനുശേഷം അവര് നേരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നതിന് ശേഷം ഒരു ഉപവാസ പ്രാർത്ഥന, പകൽ സമയത്ത് ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന, ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചർച്ചിൽ അവിടുന്ന് ദേവദാസന്മാരൊക്കെ വന്ന് പ്രാർത്ഥന വെച്ചു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ, അതുവരെ എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് താനേ ഇരിക്കത്തില്ല. ആരുടെയെങ്കിലും സഹായം കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് എഴുന്നേറ്റ് ഇരിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ അതിനകത്ത് കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാല്, എൻ്റെ ഹസ്ബൻഡ് ഈ ആരാധന സമയത്ത് നല്ല പരിശുദ്ധാത്മാവിന്റെ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഹസ്ബൻഡ് താനെ കിടന്ന കട്ടിലിൽ നിന്നും താനെ എഴുന്നേറ്റിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണാൻ ഇടയായി തീർന്നു. ഒത്തിരി എനിക്ക് സന്തോഷം ആയി ആ ടൈമില്. കാരണം ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് 8 മാസം കഴിഞ്ഞല്ലാതെ ഈ രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല എന്ന് വിധി എഴുതിയാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകത്തിലുള്ള ഡോക്ടറിനെക്കാളും ആമേൻ നമ്മളെ സൃഷ്ടിച്ചവനായ ഒരു വലിയ ഉടയവൻ നമുക്കുള്ളത് കൊണ്ട്, ആമേൻ സ്തോത്രം, ആ കർത്താവിന്റെ ആ മഹത്വമാണ് ഞാൻ അവിടെ കാണാനിടയായി തീർന്നത്. അങ്ങനെ ആ കുറെ നാളുകൾ, ഏകദേശം ഒരു 6 മാസം, ആ 6 മാസം ആയ ടൈമിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ ഇടയായി തീർന്നു. കാരണം 8 മാസം കഴിഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം വലിയ മിറക്കിളാണ് ദൈവം നമ്മുടെ ലൈഫിനകത്ത് കർത്താവ് നൽകി തന്നത്. അങ്ങനെ 6 മാസം കഴിഞ്ഞു. സ്റ്റിക്കൊക്കെ മേടിച്ച് ആ സ്റ്റിക്ക് വെച്ചാണ് നടന്ന് ജോലിക്ക്, അതായത് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, വെൽഡിംഗ് വർക്ക്ഷോപ്പാണ് ഉണ്ടായിരുന്നത്. ആ ഷോപ്പിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരികയും, പിന്നത്തേതിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ ഉണരാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കാരണം ആ ടൈമിൽ, ഹസ്ബൻഡിന്റെ ആ വയ്യാതെ കിടക്കുന്ന ടൈമിൽ, ബൈബിള് വായിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഈ വ്യക്തി ഈ വയ്യാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കിടക്ക സമയത്ത് ബൈബിള് ഫുള്ള് വായിച്ചു തീർക്കാൻ കർത്താവിന്റെ ദാസന് കഴിഞ്ഞു. ബൈബിള് മലയാളം നല്ല രീതിയിൽ പുള്ളിക്ക് വായിക്കാൻ അറിയത്തില്ല. പക്ഷെ ബൈബിൾ കുറേശ്ശെ വായിച്ച് നല്ല രീതിയിൽ ഇന്ന് മലയാളം വായിക്കാൻ ദൈവം സഹായിച്ചു. അന്ന് തന്റെ ദാസനെ ഒത്തിരി വചനം വായിച്ചപ്പോൾ ഒത്തിരി വേടുകൾ തന്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ആ വേടുകളൊക്കെ സ്പർശിച്ചു. അത് മുഖാന്തരം നല്ല രീതിയിൽ
മാനസാന്തരപ്പെട്ട് ഇനി കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തന്റെ മകൻ സമർപ്പിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പിന്നെ അതിനുശേഷം ആ സമർപ്പിച്ചതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ലൈഫിനകത്ത് വന്നു. കാരണം ഞങ്ങളുടെ ഭവനം പണിയൊന്നും ആയിട്ടില്ലായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് തന്ന വീടാണ്. പക്ഷെ അത് ഫുള്ള് പണിയൊന്നും ആയിട്ടില്ല. കിണറില്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ പണികൾ മുഴുവനും പൂർത്തീകരിപ്പാൻ കർത്താവ് കൃപ തന്നു. അതുപോലെ കറണ്ട് ഫ്രീ ആയിട്ട് കണക്ഷൻ കിട്ടി. അതുപോലെ തന്നെ വെള്ളം, ഞങ്ങൾക്ക് കിണർ കുത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ആ ടൈമിലാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. അങ്ങനെ ഞങ്ങൾ ആയിരിക്കുന്ന ചർച്ചില് നല്ല ആക്റ്റീവ് ആവാൻ തുടങ്ങി. അവിടെയുള്ള പ്രയറിനും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ പങ്കെടുത്തു. എല്ലാ മീറ്റിങ്ങുകളും എന്താ പറയുന്നത് തടസ്സമില്ലാതെ, അല്ലെങ്കിൽ ഒറ്റ മീറ്റിംഗ് പോലും ഞങ്ങള് മുടങ്ങാതെ ചർച്ചിൽ പറയുന്ന എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങൾ അറ്റൻഡ് ആവാറുണ്ട്. ആ ഒരു നല്ലൊരു സാഹചര്യത്തിലൂടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ജെന്യൂനായിട്ട് നിൽക്കണം, സത്യത്തിനും നീതിക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള ആ ഒരു വാഞ്ച ഉള്ളിനകത്ത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കയറി. പക്ഷെ ഇന്നും ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. കർത്താവിന്റെ കൃപ ഇന്നും ഞങ്ങളോട് കൂടെ, അന്നിരുന്ന ആ ദൈവത്തിന്റെ കൃപ ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ ചർച്ചിനകത്ത് നല്ല ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ശുശ്രൂഷകന്മാരുടെ ഇടയിൽ ഞങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു അവിടെ. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 2019 കർത്താവിന്റെ ആത്മാവ് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു, 10 ദിവസം നീ ദൈവസന്നിധിയിൽ ഉപവസിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ ഉപവസിക്കാം, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡും കൂടെ എന്റെ കൂടെ കാണുമോ എന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുക. അപ്പോ കർത്താവിന്റെ ആത്മാവ് ശരിക്കും ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നത് പോലെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. എനിക്ക് അതൊക്കെ ആ ടൈമിൽ ഭയങ്കര സന്തോഷമായിരുന്നു. 2010 ആദ്യമായിട്ടാണ് കർത്താവിന്റെ ശബ്ദം, അല്ലെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് 2019 മുതലാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാൻ ഇങ്ങനെ വ്യക്തികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് 2019. അതുവരെയും നമുക്ക് യേശു ഉണ്ട്, ആരാധിക്കാൻ പോകും, തിരിച്ചു വരും, അങ്ങനെ ഒരു ലൈഫായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ വ്യക്തിപരമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് 2019 മുതലാണ്. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉപവസിക്കാനിരിക്കുമോ എന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ ഈ ഉപവാസത്തിന്റെ കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ കാണത്തില്ല, നീ ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉള്ളിനകത്തൊരു സങ്കടമായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ വേറെ ഒന്നും കർത്താവിന്റെ കൂടെ നടന്നിട്ട് ഹൃദയത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവെ പുള്ളിക്കാരൻ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, ജോലിയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ആ കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇല്ല, നിന്റെ കൂടെ നിന്റെ ഹസ്ബൻഡും കാണും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉപവസിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ വാക്ക് ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷെ കൃപയാൽ 2019 വർഷത്തിൽ ജാനുവരി മാസത്തിൽ ഒരു 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ വീട്ടിൽ തന്നെ ക്രമീകരിച്ചു. ചർച്ചിൽ അറിയിച്ചു, വീട്ടിൽ തന്നെ ഞങ്ങൾ ക്രമീകരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഭവനത്തിന്റെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് ഭവനമെല്ലാം ഒരുക്കി, ഫുഡും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ളതൊക്കെ റെഡിയാക്കി ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് ആ വീട്ടിന്റെ ഹാളില് ഒരു പായ എടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ അങ്ങ് ഭയങ്കരമായിട്ട് ഇറങ്ങി വന്നു. എനിക്കറിയത്തില്ല, ആ ശക്തി ഞാൻ ഇതുവരെ അനുഭവിക്കാത്തൊരു ഭയങ്കര ശക്തി എൻ്റെ മേൽ അന്ന് ഇറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ഇറങ്ങി ആ സമയത്ത് ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. ദേശത്തെ നോക്കി പ്രവചിച്ചു, കുടുംബത്തെ നോക്കി, തലമുറകളെ നോക്കി, എന്നെ നോക്കി, എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയൊക്കെ ഞാൻ ഇങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി. എനിക്കറിയത്തില്ല, ആ ഒരു സാഹചര്യം ഇപ്പോഴും എൻ്റെ കണ്ണിന്റെ മുമ്പിൽ അതിശയകരമാണ്. അപ്പോ ആ ഒരു സാന്നിധ്യത്തോടെ ഞാൻ ഇങ്ങനെ പ്രവചിച്ചു. ആ ടൈമിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ അടുക്കൽ വിളിച്ചിട്ട് എൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു, കർത്താവെ ഈ കിട്ടിയ അഭിഷേകത്തിന്റെ പകർച്ച കർത്താവെ ഈ മകളിൽ നിന്ന് മാറിപ്പോകാതെ ഇതെന്നും ജ്വലിക്കേണ്ടതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു.
എന്നാൽ സ്തോത്രം, അതും ഒരു സന്തോഷം, അനുഗ്രഹമാണ്. ആ ഒരു രീതിയിൽ വന്നപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ആ 10 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നതിന്റെ വലിയ മാറ്റങ്ങൾ എൻ്റെ ലൈഫിനകത്തുണ്ടായി, സ്വഭാവത്തിലുണ്ടായി. എന്തോ പറയുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷം, എല്ലാവരോടും എന്തുവാ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച്, മുമ്പ് അങ്ങനെ ആയിരുന്നു, എല്ലാവരോടും സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചൊക്കെ നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് അവരുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച നടക്കുമ്പോൾ നമ്മൾ ആ ഒരു എന്തുവാ കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പക്ഷെ വലുതായിട്ട് ആരോടും അങ്ങനെ മിണ്ടാൻ പോകാത്തൊരു അനുഭവമായിരുന്നു പിന്നത്തേതിലുള്ള എൻ്റെ ലൈഫ്. കാരണം എനിക്ക് അങ്ങനെ തോന്നാറില്ല, എനിക്കങ്ങനെ ആരോടും അങ്ങനെ വലുതായിട്ട് പിന്നത്തേതില് കളിച്ച് ചിരിച്ച് നടന്നിട്ട് പിന്നീട് ലൈഫിനകത്ത് ചേഞ്ച് വരുമ്പം, പെട്ടെന്നൊരു സ്വഭാവത്തിന് വ്യത്യാസം വരുമ്പം, അപ്പൊ ഈ ചർച്ചിലുള്ള എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അയ്യോ ദിവ്യക്ക് എന്ത് പറ്റി, ദിവ്യക്ക് എന്ത് പറ്റി, ദിവ്യക്ക് എന്തോ പറ്റിയല്ലോ. അപ്പൊ ഇവര് വിചാരിക്കുന്നത് മുഴുവൻ എനിക്ക് ഭൂതം ഉണ്ടെന്നാണ് ഇവരുടെ ധാരണ. അപ്പോ സ്തോത്രം, ഞാനതങ്ങ് തുറന്നു പറയോ പാസ്റ്ററെ, കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ള സാക്ഷ്യത്തിലൊന്നും ഞാൻ ഇതൊക്കെ വിട്ടു നിർത്തിയതാ. കാരണം ഇനി അതൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്നതുകൊണ്ടാണ് ഇത് തന്നെ വെളിപ്പെടുത്തുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതോ ഒരു പാസ്റ്റർമാരെ അവഹേളിക്കുന്നതോ ഒരു ചർച്ചിനും ഞാൻ ഇവിടെ തുറന്നു കാണിക്കുന്നില്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവം അതാണ് ഞാൻ പറയുന്നത്. അപ്പോ അവരൊക്കെ ഇങ്ങനെയാണ് എന്നെ കാണുന്നത്. വേറെ ഏതോ ഒരു വ്യക്തി, ദിവ്യയ്ക്ക് ഭയങ്കര മാറ്റമാണ് ശബ്ദത്തിലൊക്കെ, അതായത് അന്ന് ആ ചർച്ചിൽ കൊയറിനകത്തൊക്കെ ഞാനുണ്ട്, നല്ല പാടുന്ന ഒരു വ്യക്തിയാണ്. പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ കർത്താവിന്റെ കൃപയാൽ പാടും. അങ്ങനെയൊക്കെ പൊക്കോണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു മാറ്റം എൻ്റെ ലൈഫിനകത്ത് കടന്നു വന്നത്. അങ്ങനെ ഇരിക്കവേ ഞാന് ദൈവസന്നിധിയിൽ വ്യക്തിപരമായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഓരോ വ്യക്തികളെ വെളിപ്പെടുത്തി തരും. അത് ചർച്ചിലായിക്കോട്ടെ, ആരും വെളിയിലുള്ളവരായിക്കോട്ടെ. അപ്പൊ അവരുടെയൊക്കെ കുറവുകളെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരും. കുറവെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നില്ല മോളെ, നീ അവരോട് പോയി പറയണം, പ്രാർത്ഥിക്കണം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കയറണം എന്നൊക്കെ കർത്താവ് എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ ചർച്ചിൽ പോകുമ്പോൾ ആ വ്യക്തിയെ കണ്ട്, ഇപ്പൊ ഞങ്ങള് ആ ഒരു എന്തുവാ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ മറ്റൊരു വ്യക്തിയിലേക്ക് ആ വ്യക്തിയിലേക്ക് ഞാൻ കൈമാറി. അപ്പൊ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ എല്ലാവരും എന്നെ വേറൊരു നിലവാരത്തിലാണ് ചിന്തിച്ചു കൂട്ടി മനസ്സിലാക്കി വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ ആ ചർച്ചിന്റെ മീറ്റിങ്ങുകളുണ്ട്, പുറത്ത് ഒത്തിരി മീറ്റിങ്ങുകളുണ്ട്. അപ്പം ഞങ്ങളെയും പേരെഴുതി ഈ മീറ്റിങ്ങിനൊക്കെ അയക്കും വേറൊരു ദേവദാസന്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴത്തേനും ആ വീട്ടിനകത്തും എന്തൊക്കെ കുറവുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ ഞാൻ അവിടെയുള്ള ആ വീട്ട് ഉടമസ്ഥയോട് ഞാൻ പറയാം, ആന്റി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, മോളെ നീ പറഞ്ഞ സത്യമാ എന്ന് പറയും. അങ്ങനെ അവര് ഏറ്റെടുക്കും, പ്രാർത്ഥിക്കും. പക്ഷെ പിന്നത്തേതില് അത് നമ്മുടെ ചർച്ച് പാസ്റ്ററൊക്കെ അറിഞ്ഞപ്പോ ഒത്തിരി വിഷയങ്ങളായി. പിന്നെ എന്തുവാ, കർത്താവിനെ കൊണ്ടുവന്ന് പീലാത്തോസിന്റെ ഒക്കെ മുമ്പ് നിർത്തിയതുപോലെ ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാനും നിന്നു പാസ്റ്ററെ. അതൊന്നും മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ എൻ്റെ ജീവിതത്തിനകത്ത്. 2019 ഇതൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ എന്തുവാ പാസ്റ്റർ അറിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ആ ചർച്ചിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. ഞങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞു, പാസ്റ്റർ മോൻ തന്നെ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളതും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നെ കാണുന്നത് മുഴുവനും ഭൂതം കേറിയ എന്നുള്ള വ്യക്തിയിലാണ് എന്നെ കണ്ടുകൊണ്ടിരുന്ന ചർച്ച് മുഴുവനും. അങ്ങനെ പിന്നത്തേതില് അവിടെ ഈ എല്ലായിടത്തും കാണുമല്ലോ ഈ അടിയിൽ കൂടെ പാര വെക്കുന്ന ആൾക്കാര്. അപ്പം അങ്ങനെയുള്ള ചില വ്യക്തികൾ, അതായത് അയ്യോ നമുക്കാർക്കും കിട്ടാത്ത കൃപ ഇവക്ക് കിട്ടിയോ, ഇന്നലെ കയറി വന്ന വ്യക്തിക്ക് കിട്ടിയോ എന്നൊക്കെയുള്ള ഒരു രീതിയാണ് നമ്മുടെ ഈ പെന്തക്കോസ് അനുഭവത്തിൽ ഇന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവത്തില് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സഹോദരന്മാര് എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇത് പാസ്റ്റർ ചെന്ന് അറിയിച്ചു. പാസ്റ്റർ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പാസ്റ്റർ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ മറുപടി പറഞ്ഞു. പാസ്റ്റർ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ വെളിച്ചപ്പാടത്തിന്റെ ആത്മാവാണ് എൻ്റെ മേലിരിക്കുന്നത്, ഭൂതത്തിന്റെ ആത്മാവാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അതിനൊന്നും മറുപടി ഞാൻ കൊടുത്തില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന്
പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിച്ച ഒരു കാര്യമുണ്ട്. 2 ദൈവത്തിന്റെ ദൂതന്മാര് എന്റെ ബാക്ക് വശത്ത്, ഞാൻ പാസ്റ്റർ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ പുറകിൽ നിന്ന് ചിറക് കൊണ്ട് മറച്ചിരിക്കുന്നത് കർത്താവ് എന്നെ കാണിച്ചു. ആ ഒരു കാഴ്ചയോടുകൂടിയാണ് പാസ്റ്റർ മുമ്പിൽ ഞാൻ പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ കൊയറിനകത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ, അതായത് അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. ഭൂതം എന്നിൽ ഭൂതമുണ്ട്, അതുകൊണ്ട് കൊയറെല്ലാം നിർത്തിവെച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ നിന്ന ചർച്ചിനകത്തുണ്ടായി. അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദൈവ സാന്നിധ്യം, കാരണം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി, കാരണം ഞാൻ പ്രാപിച്ച ആ അഭിഷേകത്തിൽ നിന്നും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചേഞ്ച്, അതായത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, അന്യഭാഷ പറയുമ്പോൾ വായെല്ലാം ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം എനിക്കുണ്ടായി. പിന്നെ എൻ്റെ ലൈഫിനകത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഒരു ആത്മഹത്യയുടെ ഒരു ചിന്ത ഹൃദയത്തിനകത്ത് കയറാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്യണം, ഭർത്താവും മക്കളും നമ്മളെല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളാ പിന്നത്തേതിൽ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല, എന്തോ ഒരു ആത്മാവിന്റെ തൊടൽ എൻ്റെ ശരീരത്തിൽ പിന്നെ സ്പർശിക്കാൻ ഇടയായി തീർന്നു. ആ ഒരു ഡിപ്രഷൻ, അതായത് ഭയങ്കര ഒരു ഡിപ്രഷന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയി. 8 മാസം ആ ചർച്ചിനകത്ത് ഞാൻ തല കുനിഞ്ഞു നടന്നു. ആരോടും ഒന്നും മിണ്ടത്തില്ല. ഈ ഒരു കേസിൽ ആരോടും ഒന്നും മിണ്ടത്തില്ല. എന്നെ അങ്ങനെയാണ് കണ്ടത്. ചർച്ചിലുള്ള സഹോദരന്മാരുടെ മീറ്റിംഗ് ഉണ്ട്, അതിലൊക്കെ പറഞ്ഞത് ഇന്ന വ്യക്തിക്ക് ഭൂതമാണ് എന്ന് പറഞ്ഞു ഇതാക്കിയത് കൊണ്ട് എല്ലാവരും എന്നെ ആ രീതിയിലാണ് കണ്ടത്. അപ്പൊ ഞാൻ ആരോടും മിണ്ടാൻ പോയില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ കൂടെ പോവും, പ്രാർത്ഥിക്കും, ആരാധിക്കും, വീട്ടിൽ വരും. പിന്നെ നമ്മൾ ദൈവമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ 8 മാസം തല കുനിച്ച് കരഞ്ഞ് കണ്ണുനീരെല്ലാം, അതായത് അവിടെ നിന്ന് വേദന കിട്ടിയതെല്ലാം അവിടെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വലിച്ചെറിഞ്ഞു. കാരണം രാത്രിയാമങ്ങളില് ഞങ്ങളുടെ 2 തലമുറകളെ ഇവിടെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ട് 12-1 മണിയൊക്കെ ആകുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വണ്ടി എടുക്കും, ആ ചർച്ചിൽ അങ്ങ് പോകും. പോയിട്ട് രാത്രിയിൽ 1 മണിക്ക് പോയി സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ 2 പേരും ആ ചർച്ചിനകത്തിരുന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് ഒത്തിരി ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ രാത്രിയിൽ, ചില സമയത്ത് കാറിനകത്ത് പിള്ളേര് ഉറങ്ങിക്കിടക്കും. അപ്പൊ അവരവിടെ പിന്നെ കാറിനകത്ത് കിടക്കും. ഞാൻ ഹസ്ബൻഡും കൂടെ ചർച്ചിനകത്ത് പോയി പതുക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, നീ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു വിടുതൽ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, തിരിച്ച് വീട്ടിൽ വരും. ഞാനിത് ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, പക്ഷെ ദൈവം അത് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ ദൈവദാസന്മാരെയും മാനിക്കുന്നു, അവരുടെ അഭിഷേകത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ അവരെയൊക്കെ ആ സമയത്ത് ദൈവം അങ്ങനെ ആക്കി തീർത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ ചർച്ചിനകത്ത് നിന്ന് സ്തോത്രം 8 മാസം തല കുനിച്ച് നടന്ന സ്ഥാനത്ത് ഒരു സന്തോഷത്തിന്റെ അനുഭവം ദൈവം എനിക്ക് തന്നു. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പാട്ടെഴുതുന്ന ഒരു അങ്കിളുണ്ട്. അപ്പൊ ഞാൻ പാട്ട് പാടുമെന്ന് അറിഞ്ഞപ്പോൾ ആ അങ്കിളിന്റെ ഒരു 4-5ഓളം പാട്ട് എന്നെ കൊണ്ട് ആ അങ്കിള് പാടിപ്പിച്ച് യൂട്യൂബിൽ ഇടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഫസ്റ്റ് പാട്ട് ഇറങ്ങി, 2ാമത്തെ പാട്ട്, 3 അപ്പൊ ഇതൊക്കെ എൻ്റെ ലൈഫിനകത്ത് ദൈവം പിന്നെയും, അതായത് ആ ഡിപ്രഷനിലോട്ട് കടന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു സന്തോഷം കർത്താവ് തന്നു. അങ്ങനെ ഞാൻ 5ഓളം പാട്ട് പാടി, ആ ദൈവ മനുഷ്യന്റെ ഒരു 5ഓളം പാട്ട് പാടി യൂട്യൂബിനകത്തിട്ടു. അതും എനിക്ക് പ്രശ്നമായിട്ട് വന്നു. ഞാൻ ദൈവത്തിന് നിരക്കാത്തതാണ് ചെയ്യുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെയും സൈലന്റ് ആയിരുന്നു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. 2019 അവസാന ഘട്ടങ്ങളിൽ ഡിസംബർ മാസമൊക്കെ ആയപ്പം ഞങ്ങളോട് ഡിസംബർ മാസം കഴിഞ്ഞു, 2020 തുടക്കത്തിൽ ജാനുവരി മാസത്തിൽ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് ശക്തമായിട്ട് ഇടപെട്ടു. അവിടെ നിന്ന് ഇറങ്ങാൻ, സ്തോത്രം, ചർച്ചിൽ നിന്ന് ഇറങ്ങാൻ ഞങ്ങളോട് ശക്തമായിട്ട് ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു, ശരി അപ്പ, കർത്താവ് പറഞ്ഞത് നമ്മൾ എന്തായാലും കേൾക്കണം, അനുസരിക്കുന്നത് ഏറ്റവും നല്ലതാണ്, അനുസരണത്തിലൂടെയാണ് അനുഗ്രഹവും വരുന്നത്. അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചു. 2020 ജാനുവരി മാസം ഫസ്റ്റത്തെ ന്യൂ ഇയർ ആരാധന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ആഴ്ചയിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അത് അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു.
ഓക്കെ, അതെല്ലാം വെച്ചു കഴിഞ്ഞു. ഞങ്ങൾ തീരുമാനമെടുത്ത് ഇനി ഒരു ചർച്ചിലും പോയി മെമ്പർഷിപ്പ് എടുക്കത്തില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു നിഗമനം. അപ്പോ ആ ടൈമിലാണ് കൊറോണ വന്നത്. സ്തോത്രം, അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു. കൊറോണ വന്ന ടൈമിൽ എല്ലാം ലോക്ക്ഡൗൺ ആയി, എല്ലാവരും വീട്ടിനകത്ത് ഇരിപ്പായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് വേറൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വീട്ടിനകത്ത് ഇരിക്കുകയല്ലേ. ഞങ്ങൾ അന്ന് മുതൽ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിനാണ് കൊറോണ. ആ കൊറോണ ടൈമിൽ തന്നെ ഞങ്ങളുടെ ഭവനത്തിനകത്തിരുന്ന് ഞായറാഴ്ച ആരാധന തുടങ്ങാനിടയായി. അങ്ങനെ കുറച്ചു പേരൊക്കെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് അന്ന് ആ ടൈമിൽ ദൈവം അയച്ചു. അവർക്കൊക്കെ വിടുതലൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അന്ന് ഞങ്ങളുടെ ലൈഫിനകത്തുണ്ടായി. അപ്പം ആ ടൈം എല്ലാം കഴിഞ്ഞു. ഈ കൊറോണ വന്ന സമയത്ത് ഫേസ്ബുക്ക് ലൈവ്, അതായത് ഫേസ്ബുക്ക് ലൈവ് തുടങ്ങാൻ ഞങ്ങളെ ഒരാൾ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇങ്ങനെ ഓരോ വചനങ്ങൾ തരുന്നത്. പറഞ്ഞാണ് ഞങ്ങൾ ഇന്നയോളം ഈ 2026 വരെയും എത്തി നിൽക്കുന്നത്. അങ്ങനെ അന്ന് ആ കൊറോണ ടൈമിൽ ഞങ്ങൾക്കൊരു വലിയ വഴിത്തിരിവുണ്ടായി. ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ദൈവം ആ നിലവാരത്തിൽ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ കുറെ കാലം അങ്ങനെ ആ കൊറോണ എല്ലാം കഴിഞ്ഞു ആ രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ പുറത്ത് ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. ആദ്യം ഞങ്ങളെ ദൈവം അയച്ചത് തമിഴ്നാടിന്റെ മണ്ണിലാണ്. തേനി ഭാഗത്താണ് ഞങ്ങളെ ദൈവം അയക്കുന്നത്. അവിടെ പോയി ശുശ്രൂഷ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ചർച്ചിനകത്ത് അത് ബ്ലെസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവർക്ക് നമ്മുടെ ഇത് കൈമാറും. അപ്പൊ അവര് വിളിക്കും. അങ്ങനെ ഒത്തിരി കണക്ഷൻ വന്നു. ഒത്തിരി പിന്നെ അത് പോയിട്ട് കമ്പത്ത് പോയി, ശിവഗിരി, പിന്നെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങള് തൊട്ടിയം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ തമിഴ്നാട് പിന്നെ യാത്ര ചെയ്ത് കർത്താവിന്റെ വേല ആ രീതിയിൽ ചെയ്തു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായി. പിന്നീട് ഞങ്ങള് വീട്ടിൽ തന്നെ ഞങ്ങളുടെ ടെറസിന്റെ മുകളിൽ ഒരു ഹാളൊക്കെ പണിതു. അവിടെ തന്നെ ഞങ്ങൾ ആരാധന സ്റ്റാർട്ട് ചെയ്തു. അത് 2021 ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് കുടുംബങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്നും ആ ഒരു ആരാധന ഇവിടെ നടന്നു പോകുന്നു. കഴിഞ്ഞ മാസം മുതൽ യൂത്ത് മീറ്റിംഗ് തുടങ്ങാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഒത്തിരി പുറത്തുനിന്ന് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അവർക്ക് നല്ല റിസൾട്ടാണ് കഴിഞ്ഞ മാസം ഉണ്ടായത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കർത്താവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരുന്നു. അപ്പോൾ ഈ 2023 എൻ്റെ ശരീരത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിനകത്ത് വന്നു. അതെന്താണ്, രോഗമൊന്നോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ആ സമയത്ത് ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിനായിട്ടൊന്നും പോയില്ല. പക്ഷെ 2023 ലാസ്റ്റ് ആയ സമയത്ത് പീരീഡ്സ് ആകുന്നില്ല. 6 മാസം കൊണ്ട് എനിക്ക് പീരീഡ്സ് ആകുന്നില്ല. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഇടവിട്ട് അതായത് 1 മാസം 8 ഇടവിട്ടാണ് പീരീഡ്സ് ആയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഇടവിട്ടുള്ള പീരീഡ്സ് വന്ന സമയത്ത് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. സ്കാനിങ്ങിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. PCOD അങ്ങനെ ഒന്നുമില്ല. നല്ല വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഗുളിയൊക്കെ തന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അതെല്ലാം അങ്ങ് നിർത്തി. പിന്നത്തേതില് 2023 ലാസ്റ്റ് നവംബർ മാസം മുതൽ പിന്നെ ഞാൻ അങ്ങോട്ട് പീരീഡ്സ് ആയിട്ടേ ഇല്ല. 2024 അടുക്കുന്ന സമയത്ത് ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ശരീരമൊക്കെ അങ്ങ് വീർത്തു. ജോയിന്റ് പെയിൻ എല്ലാം വന്നു. നടക്കാൻ പറ്റാത്തൊരവസ്ഥ, കട്ടിലിന്മേൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ലൈഫിനകത്ത് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതെന്തായിരിക്കാം കാരണം, ഹോസ്പിറ്റലിൽ പോയാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ആയുർവേദ ചികിത്സ നേടാം എന്ന് പറഞ്ഞു. എന്നെ ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. പുള്ളിക്കാരൻ ഞാൻ നാടി പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു വാതത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട്, നീർക്കെട്ടുവാണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അവിടെ നിന്ന് പുള്ളി ഒത്തിരി മെഡിസിൻ ഒക്കെ തന്നു. മെഡിസിൻ എന്ന് പറയുമ്പം നമ്മുടെ കഷായവും കാര്യങ്ങളൊക്കെ. അപ്പം അത് നല്ല രീതിയിലുള്ള പഥ്യം ഉണ്ടായിരുന്നു. ആ മരുന്നെല്ലാം കഴിക്കുമ്പോൾ നല്ല രീതിയിൽ, അതായത് മുട്ട, ഇറച്ചി, മീന് ഈ വക കാര്യങ്ങളൊന്നും തൊടാനേ പാടില്ല. നല്ല കടുത്ത പഥ്യമായിരുന്നു. അങ്ങനെ ആ പഥ്യമെല്ലാം അനുഷ്ഠിച്ചു. പിന്നെ ബോഡി ഫുള്ളും അവര് പിന്നെ നീരൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒരു 7 ദിവസത്തെ തടവും പിന്നെ ഒരു സ്റ്റീം ബാത്തും ചെയ്തു. അപ്പോൾ ഈ സ്റ്റീം ബാത്ത് എടുത്തതിന് ശേഷം പെട്ടെന്ന് എൻ്റെ ശരീരത്തിന്റെ വെയിറ്റ് അങ്ങ് കുറയാനിടയായി തീർന്നു.
എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ പക്ഷേ ശരീരത്തില് പെട്ടെന്ന് അങ്ങ് ഭയങ്കരമായിട്ട് വെയിറ്റ് അങ്ങ് കുറഞ്ഞു. വെയിറ്റ് നല്ലോണം കുറഞ്ഞു 67 കിലോ വരെ ആയി. 78 ഉണ്ടായിരുന്നു എൻ്റെ വെയിറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം ഈ തടവിയതിന്റെയും കിഴി വെച്ചതിന്റെയും സ്റ്റീം ബാത്ത് ചെയ്തതിന്റെയൊക്കെ ആയിരിക്കാം എന്നാണ് ഞങ്ങളെല്ലാരും പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ആ വൈദ്യൻ പറഞ്ഞത് 1 വർഷത്തെ ചികിത്സ ചെയ്യണം. പക്ഷേ വൈദ്യന് ഈ രോഗത്തിന്റെ കാര്യങ്ങൾ അറിയാമായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ 6 മാസം കൊണ്ട് ചികിത്സ ഞാൻ നിർത്തി. ആ രീതിയിൽ പിന്നെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പിന്നീടും എൻ്റെ ശരീരത്തിനകത്ത് 2024 ജൂണിനൊക്കെ മുമ്പ്, മാർച്ച് ഏപ്രിൽ ആ ടൈമൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ ശരീരത്തിൽ വീണ്ടും സിംറ്റംസ് ഭയങ്കരമായിട്ടുള്ള വയറ് വേദനയും, ശരീരം നടക്കാൻ അതായത് നടക്കുമ്പോൾ മുട്ടുവേദന, വയറിനകത്ത് കൊളുത്തിപ്പിടുത്തം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ശരീരത്തിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് വീണ്ടും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുക. വേറെ ഒന്നുമല്ല, ആശുപത്രി പോകാൻ ഭയങ്കര പേടിയാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ട് ഇത് നടന്നത്. അപ്പൊ ഈ കഴിഞ്ഞ 2025 ജൂൺ മാസത്തിലാണ് എൻ്റെ ശരീരത്തിനകത്ത് ക്യാൻസർ എന്ന രോഗം ഡോക്ടർ സ്ഥിരീകരിച്ചത്. ജൂൺ മാസത്തില് ഈ സ്പോട്ടിംഗ് ബ്ലീഡിങ് വന്ന സമയത്താണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു, ഗർഭാശയ മുഖത്തൊരു മുഴ വളരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആകപ്പാടെ തകർന്നു പോയി. തകർന്നു പോയെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാ പോയത്, മൂത്ത മോൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്ന് ഞാൻ അതിനകത്ത് നിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. അപ്പൊ ആ മുഴയിൽ നിന്ന് ചെറിയൊരു സ്ലൈഡ് വെട്ടിയെടുത്തു, നേരെ ഡോക്ടർ പത്തോളജി ലാബിലേക്ക് അയച്ചു. അപ്പം ഈ ലാബിൽ നിന്ന് നമുക്ക് റിസൾട്ട് വരാൻ 10 ദിവസം എടുക്കും. അപ്പൊ അതുവരെയും കാത്തിരിക്കണം. അപ്പൊ അന്ന് പോയപ്പോ എന്നെ ആ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു, അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഒരു ദിവസം മാത്രമേ അഡ്മിറ്റ് ചെയ്തുള്ളൂ. ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് അന്ന് ഒരു ദിവസം മാത്രമാണ് അഡ്മിറ്റ് ചെയ്തത്. പിന്നെ ബ്ലീഡിങ്ങിന്റെ മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ തന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ഇതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. റിസൾട്ട് വന്നു. അവർ ഞങ്ങളെ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ അവിടെ പോയി റിസൾട്ട് വാങ്ങിച്ചു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ വിശദമായിട്ട് വായിച്ചിട്ട് ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല. പക്ഷെ അതിന്റെ ഡോക്ടറിന്റെ മുഖഭാവവും കാര്യങ്ങൾ നീക്കുപോക്കൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് തൊട്ട് മുമ്പ് ഞാനും എൻ്റെ ഹസ്ബൻഡും സ്വപ്നം കാണുന്നു. ഞാൻ ഇങ്ങനെ കാണുന്നു, ഒരു വ്യക്തി എന്നോട് പറയാണ്, ക്യാൻസർ ആണ്, പക്ഷേ കർത്താവ് നിന്നെ സൗഖ്യമാക്കും എന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡും അതുപോലൊരു സ്വപ്നം കാണാൻ ഇടയായി തീർന്നു. അപ്പം അതിങ്ങനെ പറഞ്ഞു എങ്കിലും എനിക്ക് അങ്ങോട്ട് ഹൃദയത്തിനകത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഒരിക്കലും നമ്മൾ ഇത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ജീവിതത്തിനകത്ത് നടന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇത് ചികിത്സിക്കേണ്ട രോഗമാണ്, ഞാനിത് എഴുതി തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടു, ഡോക്ടർ എവിടേക്കാണ് എഴുതി വിടുന്നത്? അത് RCCയിൽ ഇത് ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇതും കൂടെ കേട്ടപ്പോ മനസ്സ് വല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. മൈൻഡ് എല്ലാം ഔട്ടായി. എനിക്കൊന്നും പറയാനില്ല, ഡോക്ടറോട് ഒന്നും പറയാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് കഴിയുന്നില്ല. ഈ രോഗമാണ് എൻ്റെ ജീവിതത്തിനകത്ത് വന്നതെന്നുള്ള ആ ഒരു വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്ക്. മൈൻഡ് ഫുൾ ഔട്ടായി, മനസ്സ് പിടിച്ചിട്ട് നിൽക്കുന്നില്ല, വല്ലാത്തൊരു അനുഭവം. അങ്ങനെ റിസീപ്റ്റ് തന്നു. RCCയിലേക്കുള്ള ഒരു ചെറിയ തുണ്ട് ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ഞങ്ങൾ നേരെ ആ റെക്കോർഡുകളും കാര്യങ്ങളും കൊണ്ട് വീട്ടിൽ വന്നു. 3 ദിവസത്തെ ഉപവാസം ചർച്ചിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ദൈവത്തോട് അന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് ഞങ്ങള് വീട്ടിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്കൊരു ദേവദാസന്റെ അടുക്ക പോകണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ ദേവദാസനെ വിളിച്ചു പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലില്ല, പിടിച്ചിട്ട് നിൽക്കുന്നില്ല. കാരണം ധൈര്യമൊക്കെ ചോർന്നു പോകുന്നു, വിശ്വാസം ചോർന്നു പോകുന്നു. പക്ഷേ ആ സമയത്ത് കർത്താവിന്റെ വാഗ്ദത്ത വചനങ്ങളൊക്കെ ആ സമയത്ത് പറയുന്നുണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു അങ്കലാപ്പ്. അപ്പൊ ആ ദേവദാസനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നു, റിപ്പോർട്ട് ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വന്നേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പം എനിക്കറിയത്തില്ല, ഒരു പ്രത്യേക ധൈര്യമൊക്കെ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നു.
അങ്ങനെ ആ ധൈര്യത്തിലാണ് ഇന്നും ഞാൻ ആയിരിക്കുന്നത്. അങ്ങനെ ആ ധൈര്യത്തോടെ ഞാൻ വീട്ടിൽ വന്നു. അന്യഭാഷയിൽ രാത്രിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും കരച്ചിലും കണ്ണുനീരും നിലവിളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഞാൻ പ്രതീക്ഷിച്ചു കർത്താവ് ചില പെട്ടെന്നുള്ള നമുക്കറിയാലോ കർത്താവിന് 1 മിനിറ്റ് മതി നമ്മളെ അത്ഭുത സൗഖ്യത്തിനേക്ക് വിധേയമാക്കാൻ. ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിങ്കളാഴ്ച ഇരുന്ന് രാവിലെ ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലാക്കിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഒറ്റയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ആരോടും പറഞ്ഞില്ല. ഒറ്റ മനുഷ്യരോട്, എൻ്റെ മാതാവിനോടോ എൻ്റെ സഹോദരനോടോ ഒറ്റ മനുഷ്യരോട് പറഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ മാത്രമല്ലാതെ അല്ലാതെ വേറെ ആരോടും ഞങ്ങൾ ഇത് പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ആദ്യം എന്നെ വിട്ടത് ഒരു സർജിക്കൽ ഡോക്ടറിന്റെ അടുത്ത്. അപ്പൊ ഈ കയറിയ സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് ഒരു കാർഡുണ്ട്, റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര്, അഡ്രസ്സ് എല്ലാം കൂടെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ കാർഡ് എൻ്റെ കൈ കിട്ടിയതും ഈ കാർഡിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കിയിട്ട് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് പിശാചിനോട് പറഞ്ഞു, പിശാചെ, ഈ ഒരു കാർഡിനകത്ത് അല്ലെങ്കിൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ കാർഡിൽ, ഈ എഴുതി വെച്ചിരിക്കുന്ന കാർഡിനകത്ത് എൻ്റെ പേര് നീ കയറ്റിയെങ്കിൽ നീ ഭയപ്പെട്ടോണം. കാരണം പിശാചെ, നീ ആരെയാണ് തൊട്ടതെന്നുള്ള ഒരു ബോധം നിനക്കില്ല. എനിക്ക് ബോധമുണ്ട് നീ ആരെയാണ് തൊട്ടേന്നുള്ളത്. അതുകൊണ്ട് നിന്റെ തല തകരും എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഈ കാർഡിനെ അങ്ങ് കയ്യിൽ വെച്ച് അങ്ങ് ഇതാക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞു. എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് അങ്ങ് നിറഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകി. അങ്ങനെ ഡോക്ടറിന്റെ മുറിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് ഒരു സിസ്റ്റർ. അപ്പൊ എന്നോട് ചോദിച്ചു, നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. എൻ്റെ പേര് വിളിച്ചു, അകത്ത് കയറി. എന്നെ ചെക്കപ്പിന് വിധേയയാക്കി. അപ്പൊ ഒരു ലേഡി ഡോക്ടറാണ്, അവര് സർജറി ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ദിവ്യ, ഇത് സർജറി ചെയ്യണ്ട. അപ്പം അത് കേട്ടപ്പോൾ മനസ്സിനകത്തൊരു ആശ്വാസം. കർത്താവെ, കത്തി വെക്കാൻ ദൈവം ഇടയാക്കിയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം എൻ്റെ ഹൃദയത്തിനകത്ത് വന്നു. അപ്പൊ അടുത്ത് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇത് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറാവുന്ന രോഗമാണ്. ഇത് ട്രീറ്റ്മെന്റ് കറക്റ്റ് രീതിയിൽ നിങ്ങൾ എടുക്കണം. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. അപ്പൊ കുറെ കൂടെ മനസ്സിനകത്ത് ആന്തലായി. കർത്താവെ, കീമോ, റേഡിയേഷൻ, അത് ഇത്, സമ്പത്ത്. ഒന്നാമത്തെ കാര്യം സമ്പത്ത്. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇത് കുടിയെ കെടുത്തുന്ന രോഗമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇത് സമ്പത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ വസ്തുവകകൾ നഷ്ടമാകും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ RCCക്ക് അകത്ത് കയറിയപ്പം ഹൃദയത്തിനകത്ത് ദൈവം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ഒത്തിരി രോഗികളെ ഞങ്ങൾ അവിടെ നിന്ന് കാണാനിടയായി തീർന്നു. അവരുടെ ശരീരമൊക്കെ ശോഷിച്ച് കറുത്ത് ഇരുണ്ട്, മുടിയൊക്കെ പോയി, കണ്ണെല്ലാം കുഴിഞ്ഞ് വല്ലാത്തൊരു വികൃത രൂപത്തിൽ നിൽക്കുന്ന രൂപങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു. ഇതും കണ്ടിട്ടാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഇങ്ങനെ ചികിത്സ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം. ആ റേഡിയേഷൻ എടുക്കുന്ന ഡോക്ടറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് അടുത്ത ഒരു ഡോക്ടറിന്റെ അടുത്ത് ഞങ്ങളെ പറഞ്ഞു വിട്ടു. എന്നെ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിന്റെ പേര് ജോൺ ജോസഫ് എന്നാണ്. പുള്ളിയുടെ അടുക്കലേക്ക്, നല്ലൊരു മനുഷ്യനാണ്. പുള്ളിയുടെ അടുക്കലേക്കാണ് ഞങ്ങളെ വിട്ടത്. പുള്ളി നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അമ്മ, നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇത് ചികിത്സിക്കണം, ചികിത്സിച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഞങ്ങളെ വിട്ടിട്ട് അവർ അവിടെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങൾക്കൊക്കെ എഴുതി തന്നു. ഒരു 4 ടെസ്റ്റ്, അതായത് പത്തോളജി ലാബിൽ കൊടുക്കണം, ചെറിയ സ്ലൈഡ് മേടിച്ച്. പിന്നെ ഉള്ളത് MRI സ്കാനിങ്, നെഞ്ചിന്റെ എക്സ്റേ എടുക്കണം, പിന്നെ ബ്ലഡ് ചെക്കിങ്. ഇത് 4 ടെസ്റ്റുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ എഴുതി തന്നു. അങ്ങനെ ജൂലൈ മാസം 1 മാസം എടുത്തു ഈ ടെസ്റ്റുകളൊക്കെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി. ആ 1 മാസം അങ്ങനെ അതിന്റെ ലാസ്റ്റത്തെ ആഴ്ചയിൽ, ജൂലൈ മാസം ലാസ്റ്റത്തെ ആഴ്ചയിൽ ഞങ്ങളിങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇതെല്ലാം കൊടുത്തു, ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ കൃപയാൽ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ, നമ്മളെ കൂടെ വരാനോ ഒന്ന് പോകാനോ എന്താണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോ കർത്താവിന്റെ ആത്മാവ് ഒരു ദേവദാസിയോട് ഇടപെട്ടു. അതിങ്ങനെയാണ് ഇടപെട്ടത്: നീ ദിവ്യയുടെ അടുക്കൽ പോണം എന്ന് ആ ദേവദാസിയോട് ഇടപെട്ടു. അത് വേറെ ആരുമല്ല, ആ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, സിന്ധു ഷൈജു, പഞ്ചാബ്.
പുള്ളിക്കാരി കാരണമാണ് ഞാൻ ആദ്യം ഞങ്ങളുടെ ഈ അരോമയിൽ സാക്ഷ്യം കൊടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ദിവ്യയുടെ അടുക്ക് നീ പോണം എന്ന്. അപ്പോൾ അവള് വിചാരിച്ചു, അയ്യോ, കാരണം അവള് വന്നിട്ട് പോയ പിറ്റേ മാസമാണ് കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നത്. കേരളത്തിൽ വന്നിട്ട് പോയതിന്റെ പിറ്റേ മാസമാണ് ഇടപെടുന്നത്. അപ്പൊ അവള് വിചാരിച്ചു, അയ്യോ, അവളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരിക്കാം എനിക്കിതിങ്ങനെ മനസ്സിൽ തോന്നുന്നത് എന്ന് പുള്ളിക്കാരത്തി വിചാരിച്ചു. അപ്പോ പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, എനിക്ക് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി വേറെ ആരോടെങ്കിലും പരിശുദ്ധാത്മാവ് ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ എന്ന് ആ മകൾ വിചാരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ തന്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു, നീ ദിവ്യയുടെ അടുക്കൽ പോണം, ഇപ്പോ ദിവ്യയ്ക്ക് നിന്റെ ആവശ്യമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്ന് ദൈവദാസൻ പുള്ളിയോട് ആലോചന പറഞ്ഞു. അങ്ങനെ അവൾ കൺഫേം ചെയ്തു. അവള് അപ്പം നമ്മുടെ അപ്ഡേറ്റ് ഓരോന്നായിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്തായാലും അവൾ തീരുമാനിച്ചു ഇങ്ങോട്ട് വരാൻ വേണ്ടി, എൻ്റെ അടുക്കൽ വരാൻ വേണ്ടിയിട്ട് അവൾ തീരുമാനമെടുത്തു. ടിക്കറ്റ് ഒക്കെ കിട്ടി. യാത്രയെല്ലാം ഇച്ചിരി തടസ്സം ഉണ്ടായിരുന്നുവെങ്കിലും തക്ക സമയത്ത് ദൈവം അവളെ ഇവിടെ എത്തിച്ചു. അപ്പോൾ ഫസ്റ്റ് അതായത് കീമോയുടെ എല്ലാം, അതായത് നമ്മൾ കണ്ട് ഡോക്ടറെ ഈ കാണുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ സംഭവിച്ചത്. അപ്പൊ അവൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ട്രെയിനിലാണ്. അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതായത് റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഒരു റിസൾട്ട് മാത്രം ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു, MRI സ്കാനിങ്. ആ MRI സ്കാനിങ് എടുത്തതിന്റെ റിസൾട്ട് മാത്രം ഞങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചു. അപ്പൊ ഈ റിസൾട്ട് കരങ്ങളിൽ ലഭിച്ചപ്പോ ഞാനിങ്ങനെ സ്റ്റേജ് നോക്കിയപ്പോ അതിൽ എഴുതിയിരിക്കുന്നു 3ാമത്തെ സ്റ്റേജ്, 3C എന്ന് അതിനകത്ത് എഴുതി. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളു ശകലം ഒന്ന് പെടഞ്ഞു, കർത്താവേ, 3ാമത്തെ സ്റ്റേജ് ആണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഭാരപ്പെട്ടു, ടെൻഷൻ അടിച്ചു. അപ്പൊ എൻ്റെ മൂത്ത മോൻ ആ റിസൾട്ട് വാങ്ങിച്ചിട്ട് അവൻ ഗൂഗിളിൽ എന്തോ സെർച്ച് ചെയ്തപ്പോ അവൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവൻ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാനിങ്ങനെ വീട്ടിനകത്ത് കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്ന ഒരു അനുഭവത്തെ ഞാൻ കാണാനിടയായി തീർന്നു. എൻ്റെ മൂത്ത മോന് അവന് 17 വയസ്സായി. അപ്പോ അവൻ ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം എൻ്റെ ഉള്ളിനകത്ത് അങ്ങനെ കടന്നു വന്നു. എങ്കിലും അവിടെയും ധൈര്യപ്പെട്ടു. അപ്പോ ഈ റിസൾട്ട് എല്ലാം വാങ്ങിച്ചു. ബാക്കി റിസൾട്ട് എല്ലാം ഡോക്ടറിന്റെ ലാപ്പിനകത്ത് പോകും. അപ്പൊ ഈ റിസൾട്ട് മാത്രം കൊണ്ട് നമുക്ക് പോയാൽ മതി. അങ്ങനെ ഫസ്റ്റ് ഈ റിസൾട്ട് എല്ലാം മേടിച്ച് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ഈ റിസൾട്ട് എല്ലാം വായിച്ചു. അവിടെ ഇരുന്ന് പത്തോളജി ലാബിൽ അയച്ച റിസൾട്ട് എല്ലാം ലാപ്പിനകത്ത് നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അമ്മ, അമ്മയുടെ ഇതിനകത്ത് രോഗമുണ്ട്, ഇങ്ങനെ ക്യാൻസർ എന്നല്ല, രോഗമുണ്ട്, അത് ചികിത്സിച്ചാൽ മാറും. ഈ പ്രായത്തിൽ അമ്മയ്ക്ക് വരേണ്ട രോഗമല്ല ഇത്, കാരണം 36 വയസ്സേ ആയിട്ടുള്ളൂ. ഇത് വയസ്സായവർക്ക് വരുന്ന രോഗമാണ് അമ്മയ്ക്ക് വന്നത്. ഡോക്ടർ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ, ചികിത്സയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു, വിശദമായിട്ട് ഡോക്ടർ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വേറെ ഓപ്ഷൻ, അതായത് ഇനി എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും മരുന്നുണ്ടോ, അങ്ങനെയൊക്കെ മൈൻഡിനകത്ത് ഇങ്ങനെ കിടന്ന് ഓടുക. അവിടെ ഒന്നും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മൈൻഡ് ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്റെ മൈൻഡ് ആണെങ്കിൽ ഫുൾ ഔട്ടാ, ഹസ്ബൻഡിന്റെയും അതുപോലെ. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അവരിങ്ങനെ കീമോ എടുക്കണം, റേഡിയേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ ഉള്ളിനകത്ത് കയറുന്നില്ല, ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോ ഞാന് ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഡോക്ടറെ, കീമോ എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അത് ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ അത് ട്രിപ്പ് വഴിയാണ് കയറ്റുന്നത്. 3 മണിക്കൂറാണ് അതിന്റെ സമയം. രാവിലെ വന്നാല് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പോകാം. അപ്പൊ ഈ കൊണ്ടുവരുന്നവരുടെ ഇത് മാത്രം, അതായത് ജോലി കളഞ്ഞിട്ട് വരണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് 2 കാര്യം ഡോക്ടറോട് പൊട്ടിക്കരഞ്ഞു അതിനകത്ത്. ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ മുടി പോകത്തില്ലേ, എൻ്റെ ശരീരം വികൃതമാകത്തില്ലേ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു.
അതിൽ ആ കരഞ്ഞ സമയത്ത് ഈ ഡോക്ടറിന്റെ അടുത്ത് ഒരു നേഴ്സ് ആന്റി ഉണ്ടായിരുന്നു. ഫെൽസി എന്നാണ് ആന്റിയുടെ പേര്. അപ്പം പുള്ളിക്കാരത്തി ആ, ആ, എന്നോട് പറഞ്ഞു, മോനെ സാരമില്ലടാ, നിനക്കിത് വന്നത് നീ അനേക രോഗികളെ സൗഖ്യമാക്കാനാ. നീ കർത്താവിന്റെ കരങ്ങൾ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടു മോനെ, സാരമില്ല, മാറും. ഈ ഡോക്ടർ ഒരു കേസ് എടുത്താല് അത് സക്സസ്ഫുൾ ആണ്. ഡോക്ടർ നല്ല ഡോക്ടറാണ്. നിങ്ങൾ വേറെ ഒന്നും പറയരുത്. ഇതിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി മോളെ ഏൽപ്പിച്ചു കൊടുക്ക്. നമ്മുടെ തലയിലെ ഒരു രോമം പോലും ദൈവം അറിയാതെ പോകത്തില്ല. അതുകൊണ്ട് നീ സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. എന്തായാലും മനസ്സൊക്കെ ഒന്ന് പകുതി പാകമാക്കി. അപ്പൊ ഡോക്ടറിന് സംശയം തട്ടി. ഡോക്ടർ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലാണ് ഞങ്ങൾ കയറി പിടിച്ചത്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഡോക്ടറിന് സംശയം തട്ടി. ഡോക്ടർ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലാണ് ഞങ്ങൾ കയറി പിടിച്ചത്. ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥന കൊണ്ട് ഇത് മാറത്തില്ല, നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഡോക്ടർ പറഞ്ഞു. പുള്ളിക്കാരനും ക്രിസ്ത്യൻ അനുഭവത്തിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഡോക്ടറിന്റെ വായിൽ നിന്ന് അത് വന്നപ്പോ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടിവെട്ടി. കാരണം കർത്താവെ, ഈ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും ദൈവം ഓരോ അത്ഭുതങ്ങളിലൂടെ നടത്തുമ്പോൾ ഈ കർത്താവെ ദൈവത്തെ വെല്ലുവിളിച്ചതാണല്ലോ എന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത്, രണ്ടുപേരുടെ ഹൃദയത്തിനകത്തും ഇത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഈ വാക്ക്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കർത്താവെ, അങ്ങയാണ് അപമാനിച്ചത്, അങ്ങയാണ് കർത്താവെ വെല്ലുവിളിച്ചത്, പ്രാർത്ഥന കൊണ്ട് മാറൂലെന്ന്. അപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലല്ലോ എൻ്റെ കർത്താവെ. പ്രാർത്ഥന കൊണ്ട് മാറൂലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യണം. ഇതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഡോക്ടറിന്റെ മുമ്പ് നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഹൃദയത്തിൽ അങ്ങ് പറയുക. അങ്ങനെ ഡോക്ടർ എനിക്ക് എഴുതി തന്നു, ജൂലൈ മാസം ലാസ്റ്റ് 31-ാം തീയതി ഫസ്റ്റ് കീമോ എടുക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ എഴുതി തന്നു. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് ഇങ്ങനെ പരിങ്ങി. നിങ്ങൾക്ക് എന്താ ചികിത്സിക്കാൻ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല. അതിനെന്താ, ഇവിടെ കാരുണ്യയുടെ ഇതുണ്ട്, ഞാൻ എഴുതി തരാം, നിങ്ങൾ അവിടെ പോയി കൊണ്ടു കൊടുക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി തരും എന്ന് പറഞ്ഞു. ഓക്കെ, അതും ഒന്ന് റെഡിയാക്കി. അപ്പോൾ പിന്നെ വീണ്ടും പലവിധമായിട്ടുള്ള ചിന്തകൾ. അപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസം 6-ാം തീയതി. ശരി, നിങ്ങൾ അടുത്ത ആഴ്ച വന്നു. ഇല്ലെങ്കിൽ അത് 31-ഉം 6-ഉം കൂടെ ഞങ്ങൾക്ക് ഡേറ്റ് ഇട്ട് തന്നു. 31-ാം തീയതി വരുമെങ്കിൽ ആ സമയത്ത് എടുക്കാം, അല്ലെങ്കിൽ 6-ാം തീയതി. അപ്പൊ ഞങ്ങൾ 31-ാം തീയതി പോയില്ല. കാരണം സിന്ധു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും ഒരാഴ്ച നമുക്ക് ടൈമുണ്ട്. ആ ടൈമുകളിൽ പ്രാർത്ഥനയും, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ മൈൻഡിൽ ഇരുന്നത്. അപ്പൊ ഞങ്ങൾ വീണ്ടും വീട്ടിൽ ഡോക്ടർ കീമോ ചാർട്ട് എഴുതി റെഡിയാക്കി ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. അതും കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം വേദന എന്ന് പറഞ്ഞാൽ പകൽ സമയത്താണ് എനിക്കിതിന്റെ വേദന. രാത്രിയിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. ചിലർക്ക്, ഞാനിപ്പോ ഓരോ ക്യാൻസർ രോഗിയുടെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്, അവർക്ക് രാത്രിയിൽ ഉറക്കമില്ല. പക്ഷെ എൻ്റെ ദൈവം രാത്രിയിൽ എനിക്ക് നന്നായി ഉറങ്ങാൻ സഹായിച്ചു. പകൽ സമയം വേദനയും രാത്രി സമയം സുഖമായിട്ട് അപ്പന്റെ പാദപീഠങ്ങളിൽ ഞാൻ കിടന്നുറങ്ങുന്നത് എനിക്ക് അത്ഭുതമായിരുന്നു ആ ഒരു സമയം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്തേ പറ്റൂ കർത്താവെ, അങ്ങയ്ക്ക് ഒരു നിമിഷം മതി എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ. പക്ഷെ പ്രതീക്ഷിച്ച അത്ഭുതങ്ങളൊന്നും എൻ്റെ ലൈഫിനകത്ത് നടന്നില്ല. പക്ഷെ അവിടെ നിരാശപ്പെട്ടില്ല. ധൈര്യം, എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു ഭയങ്കര ധൈര്യം എൻ്റെ ഹൃദയത്തിനകത്തും എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിനും ഒക്കെ അങ്ങ് കയറി വന്നുകൊണ്ടേയിരുന്നു ഓരോ ദിവസം കഴിയുമ്പോൾ. അപ്പോ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം അങ്ങ് എഴുന്നേൽപ്പിച്ചു. അനേകം സഹോദരിമാരെ കർത്താവ് എനിക്ക് വേണ്ടി, ഞാൻ ഇന്ന് അവരെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ ഈ കാര്യം സിന്ധുവിന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഇതൊക്കെ പറഞ്ഞപ്പോ ആ ഒരു കൂട്ടം എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, വചനം ഇങ്ങനെ എന്റെ മനസ്സിനകത്ത് വന്നു. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ എനിക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടത്തെ ദൈവം അങ്ങ് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവര് ആ പ്രാർത്ഥന അങ്ങ് തുടർന്നു.
അങ്ങനെ സിന്ധു വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഓഗസ്റ്റ് മാസം 6-ാം തീയതി കീമോ സമയം ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥനയോടെ പോകുന്നു. അപ്പോ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താ കീമോ ഇഞ്ചക്ഷൻ എടുക്കാമോ? ഞാൻ പറഞ്ഞു, എടുക്കാം. അപ്പം അതിനു മുമ്പ് വെളിയിൽ നിന്ന സമയത്ത് ഞാനിങ്ങനെ എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ശദ്രക് മേശക്ക് അബേദ്നെഗോവ് എടുത്ത തീരുമാനത്തെ ഞാൻ ഇവിടെ എടുക്കുകയാ. കർത്താവെ, നീ എന്റെ കൂടെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് എന്നെ ഡോക്ടർ വിളിക്കുന്നത്. അപ്പൊ അതിന് തൊട്ടു മുമ്പ് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ദാനിയന്റെ പുസ്തകം വായിക്കാൻ. ഞാൻ അത് ഫുള്ള് വായിച്ചപ്പം ഒരു പ്രത്യേക ധൈര്യമൊക്കെ കിട്ടി. പക്ഷെ പിന്നത്തേതിലാണ് മനസ്സിലായത്, അതിനകത്തുള്ള ചില അക്ഷരീകമായിട്ടുള്ള ചില വിടുതലുകൾ എൻ്റെ ലൈഫിനകത്ത് നടന്നത് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഡോക്ടർ എന്നെ പേര് വിളിച്ചു. ഞാൻ അകത്ത് പോയി. കർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് കീമോ ഇത്ര അളവ്, മരുന്നിന്റെയൊക്കെ അളവ് വളരെ ഡോസ് കുറച്ചിട്ടാണ് ഡോക്ടർ എനിക്ക് വേണ്ടി വളരെ രീതിയിൽ കുറഞ്ഞ ഡോസാണ് എനിക്ക് തന്നത്. അപ്പൊ അതെല്ലാം എഴുതി തന്നു. അപ്പം പൈസയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ കാരുണ്യയുടെ വെൽഫെയറിൽ ഓഫീസിൽ കൊടുത്തു. കാരുണ്യയുടെ അടുത്ത് കാരുണ്യ ചെയ്യുന്ന, അതായത് ഈ കാരുണ്യയുടെ ഈ പൈസ ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയി ഞങ്ങൾ ഇതെല്ലാം കൊടുത്തപ്പോഴത്തേനും അവര് പറയുന്നത്, അയ്യോ, നിങ്ങൾ നേരത്തെ 2019 നിങ്ങൾ ചികിത്സാ കാർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, എന്റെ കയ്യിലില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അത് സുമേഷ് ആരാണ്? ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ. അനിൽകുമാറോ? ഞാൻ പറഞ്ഞു, അതെന്റെ ഹസ്ബൻഡ്. നിങ്ങൾ എടുത്തിട്ടുണ്ട് കാർഡ്, അത് 5 ലക്ഷത്തിന്റെ കാർഡാണ്. പിന്നെ ഈ കാർഡ്, അതായത് കാരുണ്യയിൽ നിന്ന് കിട്ടുന്നത് 2 ലക്ഷം, വെറും 2 ലക്ഷമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നാളെ വരുമ്പോൾ ആ കാർഡ് മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അവിടെയും ഒരു ആശ്വാസം, കാരണം ദൈവം എനിക്ക് വേണ്ടി നേരത്തെ ഒരുക്കി വെച്ചിരുന്നു. പക്ഷെ ഈ കാർഡ് എടുത്ത കാര്യമൊന്നും ഞാൻ അറിഞ്ഞതല്ല. എന്റെ കയ്യിലല്ലായിരുന്നു കാർഡ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനോ ഒന്നിനും ഞങ്ങൾ പോയതല്ല. പക്ഷെ ഹസ്ബൻഡിന്റെ അനിയൻ പാർട്ടി പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, അതൊക്കെ നേരത്തെ എടുത്തു വെച്ചു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ ഹസ്ബൻഡ് അവിടെ നിന്നിട്ട് അനിയനെ വിളിച്ചു ചോദിച്ചു, കാർഡ് എടുത്തോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അതെ, കാർഡ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ പിറ്റേന്ന് രാവിലെ അവൻ ഞങ്ങൾക്ക് ഈ കാർഡ് ഞങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചു. അങ്ങനെ ഈ കാർഡും കൊണ്ടാണ് ഞങ്ങൾ അവിടെ കയറുന്നത്, ഫസ്റ്റ് കീമോ. അങ്ങനെ കാർഡ് കൊണ്ടുപോയി കാർഡ് ഓപ്പൺ ആക്കി. പിന്നെ പൈസയും ചെലവ്, അതായത് ഒരു കീമോയ്ക്ക് 5700 സംതിങ് ആണ് ഒരു കീമോയ്ക്ക്. അപ്പൊ അവിടെ നിന്ന് ഇതെല്ലാം അടിച്ചു വാങ്ങിച്ചു. കീമോ മുറിക്കകത്ത് 6ാമത്തെ നിലയിലാണ് കീമോ എടുക്കുന്നത്. അവിടെ ഞങ്ങൾ പോയി ഈ കാർഡെല്ലാം കൊടുത്തു. ഒരു പെട്ടി കൊടുക്കണം. ആ പെട്ടിക്കകത്താണ് മരുന്നും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നത്. അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ സിസ്റ്റർമാരെ അടുത്ത് കൊടുക്കുമ്പോൾ അവരിത് പ്രിപ്പറേഷൻ ചെയ്യും. ഈ മരുന്നൊക്കെ എങ്ങനെ എടുക്കണം, എങ്ങനെ അതിനകത്ത് കയറ്റണം, ഈ മരുന്നെല്ലാം അതെല്ലാം ഒരു രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്ററിന്റെ കരങ്ങൾ കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഓരോ ആൾക്കാരെ കഴിയും തോറും ഓരോരുത്തരെ വിളിക്കും. 3 മണിക്കൂറാണ് ഒരു കീമോ. അപ്പൊ എന്റെ പേര് വന്നു, എന്നെ വിളിച്ചു, ഞാൻ അകത്ത് കയറി. സിന്ധുവാണ് എൻ്റെ കൂടെ വന്നത്. ഹസ്ബൻഡും വേറൊരു പാസ്റ്ററും ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും വെളിയിലിരുന്നു. അപ്പോൾ ഫസ്റ്റ് കീമോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് പറയും, ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചെറിയൊരു ചൊറിച്ചിലുണ്ടാകും, സാരമില്ല. പിന്നെ അവര് സെഡേഷൻ തരും. അപ്പൊ ഫസ്റ്റ് ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് അവരൊരു സെഡേഷൻ തരുമ്പം ഞരമ്പിൽ കൂടെയാണല്ലോ അത് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ തലയ്ക്കകത്തൊക്കെ ആ മരുന്നിന്റെ ഈ സംഭവങ്ങൾ കയറി പിടിച്ച് പെട്ടെന്ന് നമ്മുടെ ഈ ഭാഗത്തൊക്കെ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് വികസിച്ച് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ആ മരുന്നെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ സെഡേഷൻ തരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. അപ്പൊ ഈ ഇഞ്ചക്ഷൻ എടുത്ത് നമ്മളിങ്ങനെ സെഡേഷൻ തന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ട്രിപ്പ് ഇടുന്നത്, ട്രിപ്പിലൂടെ മരുന്ന് കയറ്റുന്നത്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു, ട്രിപ്പ് ഇട്ടു. അങ്ങനെ ഓരോ 2 ട്രിപ്പ് വീതം. അത് മരുന്നാണ്, അത് പകുതി അളവാണ്, അതായത് 150 ml. അതാണ് എൻ്റെ ശരീരത്തിനകത്ത് ഡോസ് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് കീമോ എടുത്തു. നല്ല രീതിയിൽ ഫസ്റ്റ് കീമോ കഴിഞ്ഞു, പുറത്തു വന്നു. അപ്പൊ ഈ ട്രിപ്പിലൂടെ എടുക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം. അപ്പം ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ ഒരു കണ്ണാടി ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ കണ്ണാടി നോക്കിയപ്പം എൻ്റെ മുഖത്ത് ഭയങ്കര ഒരു തെളിച്ചം പ്രകാശിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ
തേജസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ കണ്ണാടി നോക്കിയിട്ട് അങ്ങ് ചിരിച്ചിട്ടാണ് പിന്നെ ഞാൻ ബെഡിൽ പോകുന്നത്. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞു. കീമോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കരിക്കിൻ വെള്ളം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തരും. തണുപ്പ് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം വരും. പിന്നെ ഫുഡും കഴിക്കും. സത്യം പറഞ്ഞ 6 കീമോയാണ് എൻ്റെ ശരീരത്തിനകത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 6 കീമോയും 25 റേഡിയേഷൻ, 3 സിറ്റിംഗ് റേഡിയേഷൻ. അപ്പോൾ ഈ 6 കീമോ, അപ്പോൾ ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. വന്ന വഴിയെ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കീമോ കഴിയുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഛർദിൽ വരും, ശ്വാസം മുട്ടൽ വരും, കൗണ്ട് കുറയും, പനി വരും, അങ്ങനെ ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷെ കർത്താവിന്റെ കൃപയാല് എൻ്റെ ശരീരത്തിനകത്ത് യാതൊരു അസ്വസ്ഥതകളും കടന്നു വന്നില്ല. ഛർദിച്ചില്ല, പിന്നെ ഫുഡ് കഴിക്കാൻ മടി ഉണ്ടായില്ല. പിന്നെ എന്തുവാ, എൻ്റെ ശരീരം കറുത്തു പോയില്ല, വികൃതമായി പോയില്ല. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ട്, ജലദോഷം വന്നില്ല, പനി വന്നില്ല, ശ്വാസം മുട്ടൽ വന്നില്ല. ഇതൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് ഈ കീമോ എടുക്കുന്ന സമയത്ത് ഇതൊന്നും വന്നില്ല. അപ്പൊ 1ാമത്തെ ആഴ്ച, അതായത് ആഴ്ചയിലുള്ള കീമോ, എല്ലാ ബുധനാഴ്ചയുമാണ് എനിക്ക് കീമോ എഴുതി വെച്ചിരുന്നത്. അങ്ങനെ അന്നത്തെ ഒരാഴ്ച ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. നല്ല രീതിയിലുള്ള ഫുഡ് അടി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡ് അടി. ഞാൻ ഇന്ന് വരെ എൻ്റെ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു ഫുഡ് അടി ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലത്തെ ഫുഡ് കഴിപ്പായിരുന്നു ഞാൻ ഈ കീമോ എടുക്കുന്ന സമയത്ത്. അങ്ങനെ അപ്പം കീമോ എടുത്ത അതിന് മുമ്പ്, തൊട്ട് മുമ്പ് അവര് നമ്മുടെ വെയിറ്റും ഹൈറ്റും ചെക്ക് ചെയ്യും. അപ്പൊ വെയിറ്റ് 67 കിലോ ആയിരുന്നു. അപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ ബോഡിക്ക് നല്ല മാറ്റം വന്നത് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, അമ്മ വണ്ണം വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആണോടാ എന്ന് പറഞ്ഞ് എനിക്കത് ഇത് തോന്നുന്നില്ല. അപ്പം വേറൊരു വ്യക്തി വീഡിയോ കോൾ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, ദിവ്യ സിസ്റ്റർ നിങ്ങൾ നല്ല വണ്ണം വെച്ചല്ലോ. ഞാൻ പറഞ്ഞു, ആണോ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? 2ാമത്തെ കീമോ എടുക്കുന്ന സമയത്ത് കീമോ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മടങ്ങി വരുന്ന ടൈമില് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറിയപ്പോ അവിടെ വെയിറ്റ് എടുക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ കോയിൻ ഇട്ടിട്ടാണ് വെയിറ്റ് എടുക്കുന്നത്. അപ്പൊ ഈ കോയിൻ ഇട്ടിട്ട് ഞാൻ വെയിറ്റ് എടുത്ത് നോക്കിയപ്പം 71 കിലോ ആയി. ഒരാഴ്ച കൊണ്ട് 71 കിലോയിലേക്ക് ദൈവം എന്നെ ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ദൈവത്തിന് മഹത്വം, മാനോ മഹത്വം എല്ലാം എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നു. ദൈവത്തിന്റെ കൃപയാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അങ്ങനെ 71 കിലോ. അങ്ങനെ ഞങ്ങള് 3ാമത്തെ കീമോ, അപ്പം ഈ രണ്ടാമത്തെ കീമോ കഴിഞ്ഞു വീട്ടിൽ വന്നു. വേറെ ഒരു അസ്വസ്ഥതകളും ഇല്ല. എൻ്റെ നല്ല രീതിയിൽ അവര് വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഫുഡ് നല്ലോണം കഴിക്കും, പക്ഷെ വെള്ളം കുടി കുറവായിരുന്നു. പക്ഷെ അവര് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ്. അപ്പൊ എനിക്ക് ഈ വെള്ളം കുടിക്കുമ്പോൾ പിന്നെ വൊമിറ്റിങ്ങിന്റെ ടെൻഡൻസി പോലെ എനിക്ക് തോന്നും. അപ്പം ഇച്ചിരി തിളപ്പിച്ച് നല്ല രീതിയിൽ ഭയങ്കര തണുപ്പ് വെള്ളം കുടിച്ചാൽ എനിക്ക് വല്ലാതെ തോന്നും. അപ്പൊ നല്ല ചൂട്, അതായത് കുടിക്കാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളം കുടിച്ചാല് കുഴപ്പമില്ല. പിന്നെ എനിക്ക് കുടിക്കാൻ പറ്റുന്നത് നാരങ്ങ വെള്ളം കുടിക്കാം, പിന്നെ കരിക്കിൻ വെള്ളം കുടിക്കാം. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കൂടുതലും എനിക്ക് ഹസ്ബൻഡ് കൂടുതലും എനിക്ക് കരിക്കിൻ വെള്ളം വാങ്ങിച്ച് തന്നുകൊണ്ടിരുന്നു. ഞാൻ അത് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ 2ാമത്തെ കീമോ എടുത്ത് വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. എൻ്റെ എൻ്റെ മുടിയെല്ലാം പോയി ഞാൻ മൊട്ടയാകുന്നത് കർത്താവ് എന്നെ കാണിച്ചു. അയ്യോ, അത് കണ്ടതും എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങ് ഇടിവെട്ടി. കർത്താവ്, എൻ്റെ മുടി അപ്പാ. അങ്ങനെ ഞാൻ ഇങ്ങനെ കരയാൻ വേണ്ടി വന്നാലും സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞില്ല. കർത്താവിന്റെ ഒരു കരുതല് ആ സമയത്ത് എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് സങ്കടം ഉള്ളിൽ വന്നെങ്കിൽ ആ സങ്കടത്തെ ഇങ്ങനെ അമർത്തുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ സന്തോഷിച്ചു. ഞാൻ കർത്താവ് എന്നെ കാണിച്ചു മൊട്ടയാകുന്നതും. പിന്നെ മൊട്ടയായതിനു ശേഷം മുടി കിളിച്ച് വരുന്ന ആ ലുക്കിലാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. കർത്താവ് എന്നെ കാണിച്ച ആ ലുക്ക്, ആ ഒരു മോഡലിലാണ് ദൈവം എന്നെ ഇന്ന് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെ ത്രൂ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ടൈമിലും ഞാനിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാണുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിനകത്ത് ധൈര്യം കയറി വരാൻ തുടങ്ങി. അങ്ങനെ 3ാമത്തെ കീമോ എടുക്കാൻ പോയി. 3ാമത്തെ കീമോ കഴിഞ്ഞു വീട്ടിൽ വന്ന് എൻ്റെ തലയോട്ടിയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. തലമുടി ഇങ്ങനെ നമ്മൾ കുളിച്ചിട്ട് തലമുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ മാറ്റുമ്പോൾ
നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ തലയോട്ടി. അപ്പൊ 3ാമത്തെ കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അതും നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഛർദ്ദലോ പനിയോ ഒന്നും എൻ്റെ ശരീരത്തിൽ വന്നില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞതും എൻ്റെ തലമുടി അങ്ങ് ഇളകാൻ തുടങ്ങി. തലമുടി നമ്മളിങ്ങനെ കൈ വെക്കേണ്ട അതിനു മുമ്പേ തലമുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് കൊഴിയാൻ തുടങ്ങി. കുളിക്കാൻ കയറുമ്പം നമ്മൾ ഇങ്ങനെ തല തോർത്തുമല്ലോ, തല തോർത്തുന്ന സമയത്ത് ആ തോർത്തിനകത്ത് ഒരു കുട്ട കണക്കിനാണ്. അതായത് ഭയങ്കരമായിട്ട് മുടി അങ്ങ് തൊഴിഞ്ഞു. സാരമില്ല, അവിടെയും എൻ്റെ ഹൃദയം ബലത്തോടെ ഉറച്ചു നിന്നു. അപ്പൊ ഈ കൊഴിയുന്ന മുടി അത്രയും ഞാൻ എടുത്ത് സംഗ്രഹിച്ച് അതൊരു കവറിനകത്താക്കി വെക്കുമായിരുന്നു. അങ്ങനെ കൊഴിഞ്ഞ് ഇവിടെ ഈ ഭാഗത്തെല്ലാം എനിക്കങ്ങ് മുടിയൊക്കെ ഭയങ്കര ഇതായി, മുഖത്തിനൊക്കെ വ്യത്യാസം വന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിലൊക്കെ ഇവിടെയൊക്കെ അങ്ങ് നല്ല രീതിയിൽ വഴുവഴുപ്പ് പോലെയൊക്കെ ആയി. ഇവിടെ നിന്നെല്ലാം പോയിട്ട് വഴുവഴുപ്പ് പോലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടം വെച്ച് അങ്ങ് കട്ട് ചെയ്തു. ഈ കഴുത്തിന്റെ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡ് മേളിൽ ചർച്ചിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും സിന്ധുവും കൂടെ പതുക്കെ മേളിൽ കയറിപ്പോയപ്പോ ഹസ്ബൻഡ് ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ കരയുന്നേ? ഞാനല്ലേ കരയേണ്ടത്, എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല, എനിക്ക് സന്തോഷം തോന്നുന്നു, നമ്മൾ ഇതും ജയിക്കും എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഇതും കടന്നു പോകാൻ ദൈവം നമുക്ക് കൃപ തരുമെന്നേ, അതുകൊണ്ട് ഭാരപ്പെടണ്ട എന്ന് ഞാൻ ഹസ്ബൻഡിനോട് സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് സലൂണിൽ പോയി മുടി മൊട്ടയടിക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ ഇതിനെ കുറിച്ച് ഭാരപ്പെടുന്നില്ല എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടെ സലൂണിൽ പോയി മൊട്ടയടിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഫ്രണ്ടിൽ കണ്ണാടി വെച്ചിരിക്കുമല്ലോ, അപ്പം ആ മൊട്ടയടിക്കുന്ന ഹിന്ദിക്കാരന്. അപ്പൊ അവന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മുടി എടുത്ത് ഇങ്ങനെ തുടങ്ങിയതും ഞാന് കണ്ണാടി നോക്കി ചിരിക്കാൻ തുടങ്ങി. കരഞ്ഞ പിശാചി ജയമെടുക്കും, ചിരിച്ച പിശാജ് അവിടെ നിന്ന് ഓടുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പൊട്ട പിശാജെ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ദൈവത്തിന്റെ മോളാ, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. മുടിയല്ലേ പോയുള്ളൂ, മുടി പോയാൽ ഇരട്ടിയായിട്ട് ദൈവം എനിക്ക് മുടി കിളിപ്പിച്ചു തരാൻ, അതായത് കർത്താവ് അറിയാതെ എന്റെ മുടി പോകത്തില്ലടാ പിശാജെ എന്ന് പറഞ്ഞ് ഇരട്ടിയായിട്ട് തരാൻ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എന്റെ ഉള്ളിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്, പിശാജിനോട് പറയുന്നത്. അങ്ങനെ ഞാൻ ഇത് ചിരിച്ചുകൊണ്ട് മുടി എടുത്ത് മൊട്ട അടിച്ച് തീരുന്നത് വരെ ഞാൻ കണ്ണാടി നോക്കി ചിരിച്ചു, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അങ്ങനെ രണ്ടുപേരെടുത്ത് മാറി മാറി ചിരിച്ച് എന്റെ മുടി മൊത്തം എടുത്തപ്പം ഒരു ആശ്വാസം. വീട്ടിൽ വന്നു സാധാ രീതിയിൽ നോർമലായിട്ട് നടന്നു. ആ ടൈമിലാണ് നമ്മുടെ നാട്ടുകാരൊക്കെ ഇത് അറിയുന്നത്. സ്തോത്രം. അതുവരെ ആരും അറിഞ്ഞില്ല. രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. ഹസ്ബൻഡിന്റെ ആൾക്കാർ പോലും, ഹസ്ബൻഡിന്റെ അനിയത്തിയൊക്കെ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവര് പോലും ഈ ചികിത്സയൊക്കെ ഏകദേശം ഈ മുട്ട അടിക്കുന്ന ആ ടൈമിലൊക്കെയാണ് അവരും അറിയുന്നത് തന്നെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അറിയാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ അറിഞ്ഞാൽ മതി, പിന്നെ ബാക്കി എല്ലാം സ്പ്രെഡ് ആകും. അങ്ങനെ സ്തോത്രം, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ ഒരു വേർഡ് എന്റെ ഹൃദയത്തിൽ, അതായത് ഇപ്പൊ ഇതിനകത്ത് നിന്ന് വിളി വരും. എന്താ? കരച്ചിലിന്റെ ശബ്ദം ഇതിനകത്ത് നിന്ന് ഉണ്ടായി വരും എന്നൊക്കെ ഉള്ള ഒരു വേർഡ് എന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒന്നില് നാട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും. നമ്മുടെ മരണം കാത്ത് ഒരുപാട് പേര് കിടക്കുന്നുണ്ടല്ലോ, ശത്രുക്കൾ നമ്മുടെ ചുറ്റും ശത്രുക്കളാണ്. പക്ഷെ എങ്കിലും ഇങ്ങനെ ആ ഒരു വേർഡ് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്താണ്, 6 കീമോയും ശരീരത്തിനകത്ത് 6 കീമോ, 5ാമത്തെ കീമോ എടുക്കുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ശക്തമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു കൂട്ടം എനിക്ക് വേണ്ടി ശക്തമായിട്ട് ദൈവം പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അങ്ങനെ ഈ സ്കാൻ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വന്നു, അപ്പാ ഒരു ചെയിൻ പ്രയർ നടത്താൻ ആഗ്രഹിക്കുന്ന ആരും ഇല്ലല്ലോ കർത്താവേ. ഞാനിത് സിന്ധുവിനോട് പറഞ്ഞില്ല, പക്ഷെ ഇത് കേട്ടതും സിന്ധു സിസ്റ്റർ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെയിൻ പ്രയർ വെക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിത് എൻ്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹിച്ചതാണ്, പക്ഷെ സിസ്റ്ററിലൂടെ അത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ ചെയിൻ പ്രയർ ആയിട്ട് കുറച്ച് സഹോദരിമാരും പാസ്റ്റർമാരൊക്കെ ഉണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ വിഷയത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. അപ്പം സ്കാനിങ്ങിന് പോയി ഞാനും സിന്ധു സിസ്റ്ററും
ഹസ്ബൻഡും കൂടെ പോവുകയാണ്. അപ്പം ബാക്കി എൻ്റെ ഹോസ്പിറ്റലും മറ്റുള്ള കാര്യത്തിനൊക്കെ നമ്മുടെ സിന്ധു സിസ്റ്റർ കൂടെയുണ്ട്. അങ്ങനെ ഈ അഞ്ചാമത്തെ കീമോ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്കാനിങ്ങിന് പോവും. അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. റിസൾട്ട് വന്നു. അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കൈ കിട്ടും. അപ്പൊ അതിൽ ഞാൻ നോക്കിയപ്പോ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ വശമൊന്നുമില്ല. എങ്കിലും ഈ നോ എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഒന്ന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നോ എന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നു ആ റിപ്പോർട്ടിനകത്ത്. അപ്പൊ എന്റെ മനസ്സിനകത്തൊരു ആശ്വാസം, ദൈവമേ നോ കണ്ടു, സ്തോത്രം എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഈ റിസൾട്ടുമായിട്ട് ഞങ്ങൾ നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഡോക്ടർ സത്യം പറയാലോ പാസ്റ്ററെ, നമ്മൾ ഏതൊക്കെ സമയം നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയാലും ഡോക്ടർ നമ്മളെ കാണുമ്പോൾ കുനിഞ്ഞിരിക്കും. കാരണം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥന കൊണ്ട് മാറത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഓരോ കീമോ കഴിയുമ്പോഴും ക്യാൻസർ രോഗികൾക്ക് ഈ കീമോ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരും. പക്ഷെ എന്റെ ജീവിതത്തിനകത്ത് അത് വരാത്തത് കൊണ്ട് ഞാൻ ഓരോ ദിവസം പോകുമ്പോൾ വേറെ വിശേഷങ്ങളൊന്നും എനിക്ക് പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പൊ ഇതൊക്കെ എന്റെ ജീവിതത്തിനകത്ത് വരാത്തതുകൊണ്ട് ഡോക്ടറിന് വല്ലാത്തൊരു നിരാശയായിരുന്നു. അപ്പം ഡോക്ടർ, ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഡോക്ടർ തല കുനിഞ്ഞിരുന്ന് ഇങ്ങനെ എഴുതി അയക്കുന്ന ഒരു അവസ്ഥ. പിന്നെ ഡോക്ടർ നമ്മളോട് വേറെ കാര്യങ്ങളായിട്ടൊന്നും സംസാരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെ ഈ റിപ്പോർട്ട് കൊണ്ടുവന്ന് കൈ കൊടുത്തു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നോർമലാ കേട്ടോ എന്ന് പറഞ്ഞു. ഇത്ര തന്നെ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി നിങ്ങൾ നേരെ റേഡിയേഷന്റെ സ്ഥലത്ത് പോകണം, അതിനു വേണ്ടി മാർക്ക് ഇടണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്കാനിങ് റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്റെ ഉള്ളിനകത്തൊരു നിരാശ, ദൈവമേ അപ്പം ഇത് നോർമൽ ആയിട്ടും പിന്നെ എന്തിനാ അപ്പച്ചാ ഈ ട്രീറ്റ്മെന്റിലൂടെ എന്നെ കടത്തി വിടുന്നത്? റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഉള്ളിനകത്ത് ഇങ്ങനെ ഭാരപ്പെട്ട്, എന്തായാലും ദൈവം ഒന്നും അറിയാതെ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്തൂടെ ഒക്കെ കടത്തി വിടുന്നെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഞങ്ങൾ അങ്ങ് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ 6 കീമോയും എടുത്തു തീർന്നു. ഒരാഴ്ച 6 കീമോ എടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റേഡിയേഷന്റെ ഡേറ്റ് ഞങ്ങൾക്ക് ഇട്ട് തന്നത്. അങ്ങനെ റേഡിയേഷന്റെ ഡേറ്റ് തന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും റേഡിയേഷൻ ചെയ്യുന്ന സ്ഥലത്ത് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും എന്നെ സ്കാനിങ്ങിന്റെ റൂമിനകത്ത് കയറ്റി അവർ മാർക്ക് ഇട്ടു. എന്നെ വെളിയിൽ വിട്ടിട്ട് പിന്നെ റേഡിയേഷന് ഞങ്ങൾ ഇങ്ങനെ പോവാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് രാത്രി കിട്ടിയെങ്കിൽ മതിയായിരുന്നല്ലേ, പകല് ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. അങ്ങനെ ജോലിക്ക് പോകുന്ന ചെറിയ നന്മ കൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി പോക്ക്, അതായത് പോകുന്ന വണ്ടിയുടെ ചെലവും ഫുഡ് കഴിക്കുന്നതിന്റെ ഒക്കെ ഹസ്ബൻഡ് ഇങ്ങനെ പോകുന്നതിന്റെ ഇതാ. അപ്പൊ എന്നോട് പറഞ്ഞു, രാത്രിയിൽ കിട്ടിയെങ്കിൽ നമുക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു, പകലൊക്കെ എനിക്ക് പിന്നെ എനിക്കും വരാൻ പറ്റൂല, എങ്ങനെ എന്തെന്നൊക്കെ ഇങ്ങനെ വേറെ ആരും കൊണ്ടുപോകാനില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട, ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ RCC വിളിച്ചു. ഈ റേഡിയേഷൻ എടുക്കുന്ന റൂമിനകത്തു നിന്നുള്ള നേഴ്സ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ദിവ്യയാണോ? ഞാൻ പറഞ്ഞു അതെ. പിന്നെ റേഡിയേഷന്റെ സമയം നിങ്ങൾക്ക് രാത്രിയിൽ 7 മണിക്കാണ്, 7 മണിക്കോ 8 മണിക്കോ ഈ ടൈമിലാണ് നിങ്ങൾക്ക് ടൈം, ആ ടൈമിൽ വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ സിസ്റ്ററെ, ആ ടൈമിൽ വരാം. കാരണം ഞങ്ങൾ ഇവിടെ അത് ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്, രാത്രി കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വരാം സിസ്റ്ററെ, ആ രാത്രി തന്നെ വരാം. ഓക്കെ. അപ്പോ അവര് പറഞ്ഞു ഓക്കെ ശരി, നിങ്ങൾ വൈകുന്നേരം വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് റേഡിയേഷന് വേണ്ടി പോയി അവിടെ ചെന്ന് കാത്തിരിക്കുക. അപ്പൊ എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ എന്റെ അടുത്തിരുന്ന ഒരു ആന്റി പറഞ്ഞു, മോനെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷന് വേണ്ട മോളെ, ഇത് നമ്മൾ ഈ സ്കാനിങ് എടുക്കുന്ന പോലെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരുന്നു, ഇത്രയേ ഉള്ളൂ, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഊഴം വന്നു, എന്റെ പേര് വിളിച്ചു. ഞാൻ അകത്ത് കയറി ആ സ്ട്രക്ചർ പോലുള്ള ഒരു സംഭവത്തിൽ എന്നെ കിടത്തി അതിങ്ങനെ കുറെ നല്ല രീതിയിൽ പൊക്കി വെക്കും അവര്. അപ്പം ഈ റേഡിയേഷന്റെ ഈ മെഷീന്റെ ആ ഒരു സംഭവം ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം, അത് എനിക്ക് അറിയത്തില്ല അതിന്റെ പേരെന്തുവാണെന്ന്. അപ്പൊ അതിങ്ങനെ ആ പൊസിഷൻ, നമ്മുടെ വയറിന്റെ സൈഡിലുള്ള ആ പൊസിഷൻ, ഇടത് ഭാഗത്താണ് എനിക്കിത് വന്നത്. അപ്പൊ ഈ പൊസിഷൻ അനുസരിച്ച് അവര് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ആ ആള് അപ്പുറത്തെ സൈഡിൽ പോകും. അപ്പുറത്തെ വെളിയിൽ റൂമുണ്ട്, ആ റൂമിനകത്ത് അവരിങ്ങനെ
ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കിടക്കുന്നതും റേഡിയേഷന്റെ ഇതൊക്കെ ചെയ്യുന്നത് വെളിയിലിരുന്നാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ റേഡിയേഷൻ തന്നു. അപ്പൊ ആദ്യം ചെയ്തപ്പം എനിക്ക് എവിടെയൊക്കെയോ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞൊരു ചെറിയ വേദന എടുത്തു. ആദ്യം ചെയ്തപ്പോ വലിയുന്നൊരു സംഭവം, കരിക്കുന്നതാണല്ലോ. അപ്പൊ ഈ സൈഡിൽ എനിക്ക് ഒരു വല്ലാത്തൊരു ഞരമ്പ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ദിവസം അത് കഴിഞ്ഞു. സന്തോഷത്തോടെ അന്ന് ചെറിയ ഈ റേഡിയേഷൻ കഴിയുമ്പോൾ ഇച്ചിരി ക്ഷീണം ഉണ്ടാവും. കീമോൻ കഴിയുമ്പോഴത്തേനും ക്ഷീണം ഉണ്ടാവും. ആ ഒരു ദിവസത്തെ ക്ഷീണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ റേഡിയേഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞാനിങ്ങനെ കാറിൽ ഇങ്ങനെ ചാരി കിടന്നിങ്ങനെ വീട്ടിൽ വന്നു. ഫുഡൊക്കെ കഴിച്ചു. ചില സമയത്ത് ഫുഡ് പോലും രാത്രി കഴിക്കാറില്ല. കാരണം വെള്ളം കുടിച്ച് വയറിങ്ങനെ ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞിരുന്നാലേ ഈ റേഡിയേഷൻ കറക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് രാത്രിയിൽ വലിയ രീതിയിൽ ഫുഡൊന്നും കഴിക്കാറില്ല. അങ്ങനെ 25 റേഡിയേഷന് ശരീരത്തിൽ എടുത്തു. പക്ഷേ ലാസ്റ്റ് ടൈമില് ഞാൻ അറിയുന്നത് ശരീരത്തിനകത്ത് ഈ റേഡിയേഷൻ ചൂടാണെന്ന്. പക്ഷേ കൃപയാൽ ഈ ചൂട് എൻ്റെ ശരീരത്തിനകത്ത് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് മഹത്വം. അപ്പം ലാസ്റ്റ് ടൈമില് എൻ്റെ കൂടെ ഞാൻ മാത്രമാണ് പിന്നെ എന്തുവാ യൗവനക്കാരി അല്ലെങ്കിൽ ഒരു വുമണായിട്ടുള്ള, ബാക്കി എല്ലാം അമ്മൂമ്മമാരാ. അവരുടെയൊക്കെ കൂടെയാണ് എന്നെ ദൈവം ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ലാസ്റ്റത്തെ റേഡിയേഷൻ എടുക്കുന്ന ടൈമിൽ ഞാൻ എങ്ങനെ പോകുന്നതെന്ന് നോക്കിയാൽ സെറ്റർ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ അകത്ത് കയറുമ്പോൾ ഓൾറെഡി അവിടെ AC ഉണ്ട്. പക്ഷെ ഈ AC നമുക്ക് ശരീരത്തിൽ താങ്ങാൻ പറ്റുന്ന തണുപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര തണുപ്പാ. ഞാൻ ഈ ഇതിനകത്ത് കിടക്കുമ്പോഴും അവർ ഈ ഇതിനകത്ത് എന്നെ റേഡിയേഷൻ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ശരീരത്തിൽ ഭയങ്കര തണുപ്പാ ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നത് വിറച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ലാസ്റ്റ് ടൈമിലൊക്കെ ഞാൻ സെറ്റർ ഇട്ടിട്ടാണ് ഈ ട്രീറ്റ്മെന്റിന് ഞാൻ പൊക്കോണ്ടിരുന്നത്. അതുപോലത്തെ തണുപ്പാ. അപ്പോ ഒരു ആന്റി എൻ്റെ അടുത്തിരുന്നു. ആ ആന്റിക്ക് റേഡിയേഷൻ അന്ന് തീരുവാണ്. അവര് പത്തനംതിട്ടുള്ള ഒരു ആന്റിയാണ്. അപ്പം എന്റെ ഹസ്ബൻഡ് ആന്റിയോട് പറഞ്ഞു, ആന്റി പുറത്ത് തണുപ്പാണ്, അപ്പോ ആന്റി ഒരു കാര്യം ചെയ്യണം, സെറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റി പിന്നെ അത് ഇട്ടോണ്ട് വേണം പോകാനായിട്ടെന്ന് പറഞ്ഞു. എൻ്റെ ഉണ്ട് മോനെ, സെറ്റർ ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ സെറ്റർ എന്തിനാ, റേഡിയേഷൻ കഴിഞ്ഞ് വെളിയിൽ വരുമ്പോഴത്തേനും ചൂടല്ലേ. അപ്പൊ ഞാനിങ്ങനെ അന്തം വിട്ട് ഹസ്ബൻഡിന്റെ മുഖത്തും സിന്ധു സിസ്റ്റർ മുഖത്തും ഞാനിങ്ങനെ മാറി മാറി നോക്കി. അപ്പൊ എന്നോട് ആന്റി ചോദിക്കണം, അല്ലേ മോളെ, അല്ലേ ചൂടല്ലേ? ഞാൻ പറഞ്ഞു കാരണം എനിക്ക് അനുഭവപ്പെടുന്നില്ല. ഞാൻ അവിടെ നിന്ന് തണുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ദാനിയേലിന്റെ പുസ്തകം വായിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ആ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീക്കകത്തിട്ടപ്പോൾ ആ തീയുടെ ബലം കെടുത്തിയ ദൈവം ഇവിടെയും തീയുടെ അനുഭവത്തിലൂടെ എന്നെ കടത്തി വിട്ടെങ്കിലും ആ തീ എൻ്റെ ശരീരത്തിനേക്ക് അടിച്ചു കയറ്റാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അതുപോലെ കീമോ എടുക്കുന്ന സമയത്തും ഒത്തിരി പേര് എന്നോട് വിളിച്ചു ചോദിച്ചു, കീമോ എടുക്കുന്നുണ്ടോ? അതെ. കീമോ ഭയങ്കര വേദനയാണല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല. അയ്യോ, അതെങ്ങനെ പറ്റും? ഞാനും കീമോ എടുത്ത വ്യക്തിയാണ്. എന്റെ ശരീരത്തിനകത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ ശരീരത്തിൽ വേദനയേ ഇല്ല. കർത്താവിന് മഹത്വം കൊടുത്തു. കാരണം കീമോ വേദനയാണെന്ന് ഒത്തിരി പേർക്ക് അറിയാം. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ ക്യാൻസർ രോഗിയുടെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്തു പോയി. പക്ഷെ കീമോയുടെ വേദനയോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ശരീരത്തിൽ ഏറ്റില്ല. അതിന്റെ സൈഡ് എഫക്ഷൻ ഒന്നും എൻ്റെ ശരീരത്തിൽ വന്നില്ല. ഈ 25 റേഡിയേഷൻ എടുത്തപ്പോൾ പോലും ആ തീയുടെ ആ ഒരു ചൂടിന്റെ അനുഭവം പോലും എൻ്റെ ശരീരത്തിൽ, നമുക്കറിയാം റേഡിയേഷൻ എടുത്ത് കഴിയുന്ന ആ ഭാഗത്ത് കരുവാളിക്കും നല്ല രീതിയിൽ തൊലി അങ്ങ് ചുരുങ്ങിയിട്ട്, ഞാൻ അവിടെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. കാരണം കഴുത്തിലൊക്കെ റേഡിയേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് കറുത്ത് തൊലിയെല്ലാം പോയി അവിടെ വ്രണാകുന്ന ഒരു കാര്യം ഞാൻ അവിടെ കണ്ടു. അപ്പൊ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുക. പക്ഷെ കൃപയാൽ എൻ്റെ ശരീരം കറുത്തു പോകാനോ അവിടെ ഒരു ശരീരം ചൊക്കി ചൊളിയാനോ കറുത്തു പോകാനോ വ്രണമാകാനോ പൊട്ടാനോ ഒന്നും എൻ്റെ അപ്പൻ അനുവദിച്ചില്ല. എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആമേൻ. അപ്പൊ ഈ 25 റേഡിയേഷനും കഴിഞ്ഞു. അടുത്ത് വരുന്നത് സിറ്റിംഗ് റേഡിയേഷൻ ആണ്. അപ്പൊ അത് ഉള്ളിൽ കൂടെ ചെയ്യുന്ന റേഡിയേഷനാണ്.
അടുത്ത് വരും. അപ്പം ഈ 3 അപ്പൊ ഇത് 3 ഉള്ളൂ, സിറ്റിംഗ് റേഡിയേഷൻ 3 ഉള്ളൂ. അത് ആഴ്ചയിൽ ഒരെണ്ണം. അപ്പൊ അതും സെഡേഷൻ ഉണ്ട്. സെഡേഷൻ തന്നിട്ട് കുറച്ച് അവര് സിറ്റിംഗ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവര് നേരെ എന്നെ റേഡിയേഷൻ ചെയ്യുന്ന ഒരു 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ രാവിലെ 7 മണിക്ക് കയറിയാൽ വൈകുന്നേരം 3 മണിക്കേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ അതിനകത്തായിരിക്കും. അപ്പോൾ രാവിലെ 7 മണിക്ക് അതിനു വേണ്ടി പോകുന്നു. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്നും അറിയത്തില്ല. പക്ഷെ എങ്കിലും ദൈവം അവിടെയും സൂക്ഷിച്ചു. ആ റേഡിയേഷന്റെ ചൂടും എന്റെ ശരീരത്തിൽ അടിക്കാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവിന് മഹത്വം. സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് വചനത്തിൽ പറയുമ്പോൾ സ്തോത്രം, ആ കർത്താവിന്റെ ദയ എന്നോട് കാണിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഈ 3 റേഡിയേഷനും കഴിഞ്ഞു. ഭവനത്തിൽ റെസ്റ്റ് എടുത്തു. 6 ആഴ്ച കർത്താവിന്റെ കൃപയാൽ 6 ആഴ്ച റെസ്റ്റ് എടുക്കാൻ ദൈവം സഹായിച്ചു. 6 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് പോണം, ഹോസ്പിറ്റലിൽ പോണം. ആ 6 ആഴ്ച കഴിഞ്ഞ് പോയത് കഴിഞ്ഞ ജനുവരി 6-ാം തീയതിയാണ് ഞാൻ പോയത്. പോയപ്പോൾ ചെക്കപ്പ് ചെയ്തു. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഡോക്ടറിന്റെ മുഖത്തെ നോക്കുന്നില്ല, ചിരിക്കുന്നില്ല, വേറെ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും എന്ന് ഡോക്ടറിനും ദൈവം എന്ത് ചെയ്തു, മനസ്സിലാക്കി കൊടുത്തു. കാരണം ഈ നമ്മുടെ ഡോക്ടറിന്റെ കൂടെയുള്ള കുട്ടി ഡോക്ടേഴ്സുമാരുണ്ടല്ലോ, അതിലൊരു ലേഡി ഡോക്ടറുണ്ട്, ഗോപിക മാഡം. അപ്പൊ പുള്ളിക്കാരത്തി അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു ചോദിക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ ഡോക്ടർ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, ദിവ്യക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ എന്റെ ഡോക്ടറെ, എനിക്ക് പകലും രാവും ഒക്കെ നല്ല ഉറക്കമാ, എനിക്ക് ഉറങ്ങി തീരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അങ്ങ് ചിരിച്ചു. ഞാൻ കേട്ട, എന്താ ഡോക്ടറെ അങ്ങനെ ചോദിച്ചത്? അതല്ല, ഇവിടെ വരുന്ന ഒട്ടുമിക്ക രോഗികളും കീമോ എടുത്തു കഴിഞ്ഞാൽ രാത്രി അവർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഉറക്കം കിട്ടുന്നില്ല. പക്ഷെ ദിവ്യയെ സംബന്ധിച്ചെടുത്ത് ദിവ്യക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ഉറക്കമുണ്ട്, രാത്രിയിലൊന്നും എഴുന്നേറ്റിരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഉണരും, പക്ഷെ അപ്പൊ തന്നെ ഉറങ്ങുകയും ചെയ്യും. ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകും, അപ്പൊ തന്നെ വന്ന് കിടക്കുമ്പോ തന്നെ ഉറങ്ങും. നല്ല രീതിയിൽ പകലും ഒക്കെ നല്ല ഉറക്കമായിരുന്നു ആ ടൈമിൽ. ഒരു ഉറക്കത്തിനൊന്നും ഒരു തടസ്സവും ഇല്ലായിരുന്നു. ഒരു ഇതുമില്ല. എനിക്ക് മനസ്സിലായത്, ദൈവം ആ ടൈമുകളിലൊക്കെ കർത്താവിന്റെ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചാണ് കൊണ്ട് നടന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പല സാഹചര്യത്തിലും, പല ടൈമിലൊക്കെ. അങ്ങനെ ഞാൻ ജാനുവരി മാസം ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീണ്ടും എന്നെ റേഡിയേഷൻ എടുക്കുന്ന ആ റൂമിനകത്ത് ആ സിസ്റ്റർമാരെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ അവർ ഒത്തിരി കാര്യങ്ങൾ, അതായത് ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിനകത്തുള്ള ജോലി ചെയ്യാം, ഫുഡും കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കണം, ഇലക്കറികൾ, പച്ചക്കറികൾ ഇതൊക്കെ കഴിക്കണം, പിന്നെ വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇനി എനിക്ക് പോകേണ്ടത് അടുത്ത മാസം 6-ാം തീയതിയാണ് എനിക്ക് ഡേറ്റ് ഇട്ട് തന്നെ, അതായത് 2 മാസം കഴിഞ്ഞ്. അപ്പം ഡേറ്റ് ഇട്ട് തന്നിരിക്കുന്നത് അടുത്ത മാസം 6-ാം തീയതി. അപ്പൊ ഇപ്പൊ ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം വലിയ കാര്യങ്ങളാണ് എന്നിലൂടെ വലിയ കാര്യങ്ങളാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കീമോ എടുക്കുന്ന ടൈമിൽ പോലും ഒരു ദിവസം പോലും ഞാൻ വചനം ശുശ്രൂഷിക്കാതിരുന്നിട്ടില്ല. അതും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒത്തിരി സൂം കർത്താവ് എനിക്ക് തുറന്നു തന്നു. അതിലൂടെ ഞാൻ എൻ്റെ ഈ അനുഭവ സാക്ഷ്യത്തെ പങ്കുവച്ചു. അപ്പം ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതുപോലെ എൻ്റെ അനുഭവ സാക്ഷ്യത്തെ പങ്കുവെച്ചപ്പോൾ, അത് ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് വെക്കുന്ന മീറ്റിംഗാണ്. അതിനകത്ത് ക്യാൻസർ രോഗികൾ നമ്മളെ കണ്ട് ഈ മീറ്റിംഗ് കാണുന്നുണ്ട്, അവരും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഈ അനുഭവത്തെ പറഞ്ഞപ്പോൾ അതിൽ ഒരു അങ്കിള് ഈ ഗ്രൂപ്പ് നടത്തുന്ന വ്യക്തിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. അയ്യോ, ദിവ്യ സിസ്റ്ററിന്റെ സാക്ഷ്യം വളരെ അനുഗ്രഹമാണ്. കാരണം റേഡിയേഷൻ എടുത്ത എനിക്കറിയാം അതിന്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷെ പുള്ളിക്കാരത്തിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവം പുള്ളിക്കാരിയെ സഹായിക്കട്ടെ, ഇങ്ങനെയുള്ളവർ പുറത്തു വരണം, അവരുടെ സാക്ഷ്യം പുറത്തു വരണം, ഇവർക്കൊക്കെ ഇനി അവസരം കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു വോയിസ് മെസ്സേജ് ആ നടത്തുന്ന വ്യക്തിക്ക് അയച്ചു കൊടുത്തു. ആ പുള്ളി എനിക്കത് അയച്ചു തന്നു. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം അവരൊക്കെ ഓരോ ക്യാൻസറിന്റെ ഓരോ സ്റ്റേജിൽ കൂടെ കടന്നു പോയപ്പോൾ അവർ അനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ ദൈവം
ഞാൻ വിശ്വസിക്കുന്നു ഒരു ചെറിയ അത്ഭുതം മതി ഒരു വാക്ക് മതി കർത്താവ് നമ്മളെ വിടിവിപ്പാൻ. പക്ഷേ ഈ അനുഭവത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ എനിക്ക് അതിന്റെ എന്തോ പറയുന്നേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന വ്യക്തികളെ എനിക്ക് ഈ സുവിശേഷം പറഞ്ഞ് അല്ലെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലെങ്കിലും കർത്താവിന്റെ ആ കരം എൻ്റെ മേൽ അനുകൂലമായിരുന്നു എന്നുള്ളത് ഈ ചികിത്സയിലൂടെ എനിക്ക് മനസ്സിലായി. ഇന്ന് ആരോഗ്യത്തോടെ, ബലത്തോടെ, തലമുടിയൊക്കെ നന്നായിട്ട് വന്നു. കർത്താവ് എന്നെ കാണിച്ച അതേ മോഡലിലാണ് ഇപ്പൊ ഞാൻ ആയിരിക്കുന്നത്. മോഡൽ എന്ന് പറയുമ്പോൾ ആ തലമുടി വന്നു കഴിഞ്ഞതിന് ശേഷം ആ തലമുടി കട്ടിങ്ങും കാര്യങ്ങൾ അത് കർത്താവ് എന്നെ കാണിച്ചത്. അപ്പൊ ആ ലെവലിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. സ്തോത്രം. ഈ സാക്ഷ്യം നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഇതൊരു വലിയൊരു വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് ഇതിനകത്ത് കയറിയത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഊരുട്ടമ്പലം എന്ന് പറയുന്ന ദേശത്താണ് ഞങ്ങളുടെ മിനിസ്ട്രി ചെയ്യുന്നത്. കർത്താവ് അനേക സാക്ഷ്യത്തിലൂടെ കർത്താവ് ഞങ്ങളെ കടത്തിവിടുന്നു. ഈ ഒരു സാക്ഷ്യം എൻ്റെ ദേശത്ത് ഒരു 4 ദിവസത്തെ കൺവെൻഷൻ വെച്ച് ഈ സാക്ഷ്യത്തെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ മുഖാന്തരങ്ങളും ദൈവം വഴി തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എൻ്റെ ഹസ്ബൻഡും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഒരു കൺവെൻഷൻ ഞങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ വെക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ എനിക്ക് ദേശത്തോട് വിളിച്ച് പറയാം ഈ സാക്ഷ്യം. കാരണം ഈ ദേശത്ത് ഒത്തിരി ക്യാൻസർ രോഗികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് കർത്താവ് ചെയ്ത നന്മ, അല്ലെങ്കിൽ കർത്താവ് എന്നോട് കാണിച്ച ആ കൃപ, ദയ ഒക്കെ എനിക്ക് പറയാൻ ഒരു അവസരം കിട്ടും. ഇത് കേൾക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, സ്വർഗീയ നല്ല രാജാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ ഇത്രയും സമയം വരെ അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് കർത്താവെ സാക്ഷ്യം പറയുവാനുള്ള ഒരു കൃപ ദൈവം തന്നതിനായി സ്തോത്രം. കർത്താവെ, ഇതാരൊക്കെ കേൾക്കുന്നു, കർത്താവ് ആരൊക്കെ കർത്താവ് ഇത് ഏറ്റെടുക്കുന്നു, അവരുടെ ജീവിതത്തിനകത്ത് വലിയ തിരിവുകൾ ഉണ്ടാകട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇത് അനേകർക്കൊരു ആശ്വാസവും വിടുതലിനും കാരണമായി തീരണം. കർത്താവെ, ഈ ക്യാൻസർ ജേണിയിലൂടെ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ കർത്താവെ, എന്നെ കേൾക്കുന്ന കർത്താവെ, ക്യാൻസർ രോഗികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അകത്ത് ഇത് വിടുതലും ആശ്വാസവും കർത്താവെ ധൈര്യവുമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അനേകരും കർത്താവെ, ക്യാൻസർ രോഗികൾ പലരും ധൈര്യമില്ലാതെ കർത്താവെ അവരുടെ ജീവിതത്തിനകത്ത് ഇത് വന്നല്ലോ എന്ന് പറഞ്ഞ് കർത്താവെ പലരും നിരാശപ്പെട്ട് കർത്താവെ മൂകതയ്ക്കകത്ത് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒത്തിരി വ്യക്തികളെ ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ കർത്താവെ, ഈ ടെസ്റ്റിമണി അങ്ങനെ കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അരോമ TV ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇത് നടത്തുന്ന ദേവദാസനെ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവ്, ഈ അരോമ TV ദേശമെങ്ങും രാജ്യമെങ്ങും അത് പടരട്ടെ. കർത്താവ്, വളരട്ടെ. ഇനിയും അനുഗ്രഹമായി അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ അനേകർ വിളിച്ചു പറയണം. ആമേൻ. ഇങ്ങനെ ഒരു അരോമ TV ആമേൻ ഉള്ളത് കൊണ്ടാണ് ആമേൻ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ആമേൻ കേൾക്കാൻ കഴിയുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹമാണെന്ന് പറയത്തക്ക നിലവാരത്തിൽ കർത്താവെ ഇതിനെ ദൈവം മാനിച്ച് ഉയർത്തേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ ദിവ്യാനിൽ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ വീണ്ടും ഒരവസരം കൂടി സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സകല മഹത്വവും കരയേറ്റുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് അരോമ TV പ്രേക്ഷകരോടൊപ്പം സിസ്റ്ററിന്റെ ജീവിതത്തിലെ ബാല്യകാലത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, മറക്കാനാകാത്ത ഒത്തിരി സംഭവങ്ങൾ അരോമ TVയിൽ പങ്കുവച്ചു. അത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ, ദൈവീയ വിടുതലുകൾ രുചിച്ചറിഞ്ഞ
ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം വീണ്ടും ഒരാവർത്തി കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. പ്രത്യേകിച്ച് സമീപകാലത്ത് വളരെ ഏറെ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ സംഭവങ്ങളായിരുന്നു ഇപ്പോൾ സാക്ഷ്യത്തിന് മുഖാന്തരമായി തീർന്നതെന്ന് കേൾക്കാൻ കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ പ്രായഭേദമന്യേ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് കാൻസർ. അത് പ്രായം സ്ത്രീ പുരുഷം വ്യത്യാസമില്ലാതെ വല്ലാതെ ഇന്ന് നമ്മുടെ ജനത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, തളർത്തിക്കളയുന്ന ഒരു രോഗമാണ്. എന്നാൽ വളരെ ഭാരിച്ച ചികിത്സയ്ക്കും അതിന് ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക ചെലവുകളും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിലും കണ്ണുനീരോടെ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ അഭയം ചൊല്ലുന്ന പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ വിടുതലുകൾ ഈ അരോമ TV ചാനലിലൂടെ അനേക പ്രിയപ്പെട്ടവർ ഇതിനോടകം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസി ദിവ്യയ്ക്കും അങ്ങനെ ഒരു വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ ഈ അവസരം കർത്താവ് സഹായിച്ചു. താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മുടെ രോഗവും നമ്മുടെ ആരോഗ്യവും നമ്മൾ പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഒരു അഭിമാന വിഷയമാണ് തലമുടി എന്ന് പറയുന്നത്. അതൊക്കെ കൊഴിഞ്ഞു പോയി അവരുടെ ജീവിതം വല്ലാത്ത ഒരനുഭവത്തിലൂടെ, സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വളരെ വലുതാണ്. എങ്കിലും അതിൻ്റെയൊക്കെ നടുവില് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആണിപ്പഴുതുള്ള കരം കൂടെ ഇരുന്ന് ദാവീദ് പറയുന്നത് പോലെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് 23 സംഘത്തിൽ പറയുന്നത് പോലെ ആ അനുഭവങ്ങളൊക്കെ കടന്നു വന്നു. കൂരിലിന്റെ അനുഭവങ്ങൾ ഉണ്ടായി, താഴ്വരയുടെ അനുഭവം ഉണ്ടായി, മരണകരമായ ഭയാനകമായ അനുഭവങ്ങൾ ഉണ്ടായി. എങ്കിലും ശത്രു വെല്ലുവിളിച്ചു. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പക്ഷെങ്കിൽ ആ രോഗം മുഖാന്തരം ശത്രുവായവൻ വെല്ലുവിളിച്ചപ്പോൾ അതിന്റെ മറുപടിയായിട്ട് ഇന്നൊരു വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ കർത്താവ് സഹായിച്ചു. ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും പകരുവാൻ, അവരുടെ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തീയുടെ നിറം ഇരുമ്പിനായെങ്കിൽ മാത്രമേ ആ ഇരുമ്പ് ഒരു രൂപഭേദം വന്ന് മനോഹരമായ ഒരു ആയുധമായിട്ട് മാറുകയുള്ളൂ. തീയുടെ നിറമാകണമെങ്കിൽ തീക്കകത്ത് മണിക്കൂറുകളോളം കിടക്കണം. മണിക്കൂറുകളോളം തീയിൽ കിടക്കുമ്പോൾ തീ ഏതാണ്, ഇരുമ്പ് ഏതാണെന്ന് തിരിച്ചറിയാത്തവണ്ണം ആ ഇരുമ്പ് തീയുടെ നിറത്തിലേക്ക് മാറും. ഒരുപക്ഷെ നമുക്കൊരു ഗ്ലാസ് പോലെ തോന്നും, ഒരു ട്രാൻസ്പെറന്റ് അനുഭവത്തിലൂടെ തോന്നും. അത്രയ്ക്കും ആ ഒരു അനുഭവത്തിലേക്ക് അത് മാറുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ചില പരിശോധനകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ രക്തവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്നതായ ആ പാപമാകുന്ന കാൻസർ എപ്രകാരം ഒരു വ്യക്തിയെ യേശുവിന്റെ രക്തമെന്ന ആ ഒരു കീമോതെറാപ്പിയിലൂടെ, പരിശുദ്ധാത്മാവിന്റെ റേഡിയേഷനിലൂടെ, ആ വചനത്തിന്റെ പോഷണത്തിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ആ കാൽവരി ക്രൂശിൽ ആ വ്യക്തി കർത്താവുമായിട്ട് സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വിടുതൽ ഇന്ന് ജനലക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരീരികമായി ചില ക്ലേശങ്ങളിലൂടെയും ചില പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രിയ ദിവ്യ സിസ്റ്റർ, ഈ രണ്ട് അനുഭവത്തിലൂടെയും കടന്നു വന്ന അത്ഭുതകരമായ വിടുതൽ ആത്മീയ മണ്ഡലത്തിലും ആ ഒരു വിടുതൽ അനുഭവിച്ചു, മാനസിക മണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും ഇന്ന് ആ വിടുതൽ അനുഭവിച്ചു. പ്രിയ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഇനി വേറെ നാൾ കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, അനേകരുടെ മുൻപിൽ നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കടന്നു വന്നതിന് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുക. 2 വർഷത്തിന് മുൻപ് കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം വാവയുടെ ജീവിതാനുഭവങ്ങൾ എന്ന ടൈറ്റിലോടുകൂടി, തംബ്നെയിലോടുകൂടി നമ്മുടെ ചാനലിൽ കാണുവാൻ കഴിയും. ആ സാക്ഷ്യം ഒരുപക്ഷെ നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടാവാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യം കർത്താവിന്റെ ദാസി ഇതിനു മുൻപ് പങ്കുവച്ചു. വീണ്ടും ഇപ്രകാരം ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ താൻ വീണ്ടും
ദൈവസന്നിധിയിൽ തനിക്ക് ലഭിച്ചതായ അത്ഭുത വിടുതല് നമ്മളോടൊപ്പം പങ്കുവച്ചിരിക്കുക. ഇതും ഈ സാക്ഷ്യവും പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം ഈ കുടുംബത്തെ, സഹോദരിയെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.